السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. سورة المائدة 30. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فطوعت له نفسه قتل أخيه فقتله فأصبح من الخاسرين. فبعث الله غرابا يبحث في الأرض ليريه كيف يواري سوءة أخيه. قال يا ويلتى أعجزت أن أكون مثل هذا الغراب فأواري سوءة أخيه فأصبح من النادمين. من أجل ذلك كتبنا على بني إسرائيل أنه من قتل نفسا بغير نفس أو فساد في الأرض فكأنما قتل الناس جميعا ومن أحياها فكأنما أحيا الناس جميعا. ولقد جاءتهم رسلنا بالبينات ثم إن كثيرا منهم بعد ذلك في الأرض لمسرفون. صدق الله العلي العظيم. ആദരണീയരായ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ ഭവനത്തിൽ ഇഅ്തികാഫിന് നിയ്യത്തോടുകൂടെ നമ്മളെ ഒരുമിച്ച് കൂടിയത് നമ്മിൽ നിന്ന് അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ എല്ലാ നിലക്കും ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. അഭിമാനത്തോടുകൂടെ ജീവിക്കാനും പരിപൂർണ്ണ ഹിദായത്തിലായി മരിക്കാനും അല്ലാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. പ്രത്യേകിച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ്സിന് വരുന്ന ചിലർ രോഗികളായിട്ട് വലിയ ബുദ്ധിമുട്ടിലുണ്ട്. നമ്മുടെ ക്ലാസ്സിന് വരുന്നൊരു സഹോദരൻ്റെ ഉമ്മ ഷുഗർ കൂടിയിട്ട് കാലിൻ്റെ ഒരു ഭാഗം മുറിക്കേണ്ട ഒരവസ്ഥയിലെത്തിയിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാ നിലക്കും അവർക്ക് ആശ്വാസം നൽകട്ടെ. വേദനകളൊക്കെ അല്ലാഹു തആല ശമനം നൽകട്ടെ. അങ്ങനെയുള്ള എല്ലാ പരീക്ഷണങ്ങളെ തൊട്ടും അല്ലാഹു നമ്മെ എല്ലാവരെയും കാക്കുമാറാവട്ടെ. സൂറത്ത് മാഇദയിലെ 30 മുതലുള്ള ഭാഗമാണ് നമുക്ക് വിശദീകരിക്കാൻ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മകനായ ഖാബീൽ എന്ന് പറയുന്ന മകന്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഹാബീൽ എന്ന് പറയുന്ന തൻ്റെ സഹോദരനെ കൊല്ലാൻ തീരുമാനിച്ച ഭാഗമാണ് നമ്മൾ പറഞ്ഞത്. നേരെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ എന്നെ കൊല്ലും. എൻ്റെ കാരണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി പറയാൻ പോകേണ്ട വിഷയം ഒരു പിടുത്തം കിട്ടാൻ വേണ്ടി പറയാം.
അസൂയയാണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം എന്നും നമ്മൾ വിശദീകരിച്ചു. അങ്ങനെ അവര് ഖാബീല് കൊല്ലാൻ തന്നെ തീരുമാനിച്ചു. പക്ഷെ എങ്ങനെയാണ് ഒരാളെ എങ്ങനെയാണ് വധിക്കുക എന്നുള്ളത് അയാൾക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ അല്ല. എന്തായിരുന്നാലും കൊല്ലണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. നോക്കൂ, ഇനി എന്താണ് അടുത്ത ആയത്തിൽ അത് സംബന്ധമായിട്ടുള്ള നമുക്ക് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فطوعت له نفسه قتل أخيه فقتله فأصبح من الخاسرين. فطوعت له نفسه, അവനിക്ക്, അതായത് ഖാബീലിനിക്ക് അവന്റെ സഹോദരനെ കൊല്ലാൻ തന്റെ മനസ്സ് തന്നെ അതിനനുവദിച്ചു, പാകപ്പെടുത്തി. കാരണം അയാളെ മനസ്സിൽ അതിൽ യാതൊരു പ്രയാസമില്ല. അങ്ങനെ ഉണ്ടല്ലോ, ഒരു മനസ്സാക്ഷി കുത്ത് തീരെ ഇല്ലാതെ, അതിൽ ഒരു പ്രയാസമോ പ്രശ്നമോ തീരെ തോന്നാതെ താൻ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതാണ് അയാളുടെ മനസ്സ് അയാളെ അതിനനുവദിച്ചു. എന്തിന്? തന്റെ സഹോദരനെ വധിച്ചു കളയണമെന്ന് തീരുമാനത്തിൽ. ഫഖതലഹു, അങ്ങനെ അദ്ദേഹം തന്റെ സഹോദരനെ വധിച്ചു, ഹാബീലിനെ വധിച്ചു. ഫഅസ്ബഹ മിനൽ ഖാസിരീൻ, അതോടുകൂടെ അവൻ പരാജിതരുടെ കൂട്ടത്തിൽ പെട്ടുപോയി. തന്റെ സഹോദരനെ കൊല്ലലോടുകൂടെ ഖാബീൽ എന്ന് പറയുന്ന ആള് പരാജിതരുടെ കൂട്ടത്തിൽ പെട്ടുപോയി എന്നാണ് അള്ളാഹു പറയുന്നത്. ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം. നേരത്തെ ആ ഖുർബാൻ നമ്മൾ പറഞ്ഞു, ഖുർബാൻ സമർപ്പിച്ചു. ഇതിന്റെയൊക്കെ അടിസ്ഥാന കാരണം അവനോടുകൂടെ ജനിച്ച പെൺകുട്ടി, ആ പെൺകുട്ടി ചൊറുക്കുള്ള പെൺകുട്ടിയാണ്. അവളെ തന്നെ ഇയാൾക്ക് കെട്ടണം എന്നായിരുന്നല്ലോ ആഗ്രഹം. പക്ഷെ നിയമം അനുസരിച്ച് അടുത്ത പ്രസവത്തിലുള്ള കുട്ടിയാണ് കെട്ടേണ്ടി വരിക. അത് ചൊറുക്ക് കുറവാണ്. അപ്പൊ ഈ ചൊറുക്കുള്ള കുട്ടിയെ ഹാബീൽ കല്യാണം കഴിക്കുന്നുള്ള ആളെ അയാളെ വിഷമം. അതിനാണ് ഖുർബാൻ സമർപ്പിക്കാൻ വന്നത്. അപ്പോ ഖുർബാൻ സമർപ്പിച്ചപ്പോ അവിടെ അയാൾ തോൽക്കുക ചെയ്ത്, ആത്മാർത്ഥമില്ലാത്തതുകൊണ്ട്. എന്നാ പിന്നെ തൽക്കാലം ആ കല്യാണം നടക്കും ചെയ്യരുത്. അപ്പൊ എന്തായിരുന്നാലും അസൂയ അത് അഹങ്കാരത്തിലേക്ക് വഴിവെച്ചു. തന്റെ സഹോദരനെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചു. പക്ഷെ എങ്ങനെയാണ് കൊല്ലേണ്ടത് എന്നുള്ളത് അയക്കാരനില്ല. അവിടെ ശൈത്വാന് ശരിക്കും ഇടപെടുകയാണ്. എങ്ങനെയാണ് കൊല്ലേണ്ടതെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അത് പല അഭിപ്രായങ്ങൾ തഫ്സീറുകളിലുണ്ട്. എങ്ങനെയാണ് ശൈത്വാന് അതിന്റെ രൂപം കാണിച്ചു കൊടുത്തത്? ഒരഭിപ്രായ പ്രകാരം ശൈത്വാന് ഒരു പക്ഷിയെ കൊണ്ടുവന്നിട്ട് ആ പക്ഷിന്റെ തല ഒരു കല്ലിലിങ്ങനെ വെച്ചിട്ട് വേറൊരു കല്ല് കൊണ്ട് എന്ത് ചെയ്തു? അതിന്റെ തലക്ക് ഇടിച്ചു. അങ്ങനെ ഇടിച്ചിട്ട് ആ പക്ഷിയാണ് പടഞ്ഞാണ് ഇല്ലാതായി. ഇങ്ങനെ ചെയ്താൽ മതി എന്നുള്ള, എങ്ങനെയാണ് ഒരാളെ കൊല്ലേണ്ടത്? തലമ്മലാണ് പണി വേണ്ടത് എന്നുള്ള, ആള് വേഗം കാലിയാകാൻ അങ്ങനെയാണ് കാണിച്ചു കൊടുത്തത്. ചില അഭിപ്രായ പ്രകാരം പക്ഷിക്ക് പകരം ശൈത്താൻ കാണിച്ചത് ഒരു പാമ്പിനെയാണെന്നാണ്. ഈ ആദ്യഘട്ടത്തില് പാമ്പിന് വിഷമല്ലായിരുന്നു എന്നാണ്. പാമ്പിന് അതിൻ്റെയൊക്കെ വ്യാഖ്യാനത്തിൽ കാണാം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഭക്ഷണം പിന്നെ തിന്നരുത് എന്ന് പറഞ്ഞ് കഴിച്ചല്ലോ. അങ്ങനെ അതിന്റെ പേരിൽ ഭൂമിയിലേക്ക് അവരെ ഇറക്കി. 30 ദിവസത്തോളം അതിന്റെ അവശിഷ്ടങ്ങൾ വയറ്റിന്റെ അകത്ത് കടന്നു. അതാണ് നമ്മൾ ഈ 30 ദിവസത്തെ നോമ്പിന്റെ ഒരു ഹിക്മത്ത്. അതാണ് ആദിമ പിതാവിന്റെ വയറ്റിൽ അതിന്റെ അംശങ്ങൾ കിടന്നത് 30 ദിവസമായതുകൊണ്ടാണ് പേരക്കുട്ടിയൊക്കെ ചെറിയൊരു പണി കിട്ടി. നമുക്ക് പകല് നമ്മള് ഭക്ഷണം കഴിക്കാൻ പാടില്ലെന്ന് അത് ഓരോന്നിനും ഓരോ കണക്കുണ്ടാവുമല്ലോ. അതിലൊരു ഹിക്മത്ത് അതാണ് 30 ദിവസത്തെ നോമ്പ്. അങ്ങനെ അദ്ദേഹം ഭൂമിയിലേക്ക് വന്നതിന്റെ ശേഷം അദ്ദേഹം ഛർദിച്ചു. അത് ആ ഛർദിച്ച അവിടെ ചില ചെടികൾ വളർന്നു വന്നു. ആ ചെടി പാമ്പ് കൊത്തി എന്നുള്ളതാണ്. തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം ഓരോരോ വന്ന വഴികൾ, താവഴികളുണ്ടാവും. ദിക്റുകളൊക്കെ വന്നതിനുണ്ടല്ലോ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞമാർക്ക് എന്ന് പറഞ്ഞ സുബ്ഹാനല്ലാഹ് അത്
പിന്നെ മലക്കുകൾ പറഞ്ഞ് അൽഹംദുലില്ലാ അല്ലേ, ഇങ്ങനെ ഓരോന്നിനും അതിൻ്റെതായ രീതിയുണ്ട് എന്നതുപോലെ ഇവിടെ അങ്ങനെ ഈ പാമ്പിന് വിഷം അല്ലാഹു തആല നൽകിയതും ഒക്കെ പറയുന്നുണ്ട്. എന്തായിരുന്നാലും ഈ ഖാബീലിന്റെ മുന്നിൽ ഈ ഒരു പാമ്പിനെ കൊണ്ടുവന്നിട്ട് അതിനെങ്ങനെ നല്ല സൂട്ടുള്ള ഒരു കല്ലുമ്മ ഇങ്ങനെ നിർത്തിയിട്ട് ആ പാമ്പിന്റെ തല കണക്കാക്കി വെച്ചിട്ട് വേറെ കല്ലുകൊണ്ട് തലക്കടിച്ചു. ഈ രണ്ട് സംഭവം ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്തായിരുന്നാലും ഒരാളെ വധിക്കൽ എങ്ങനെയാണെന്നുള്ളത് ഖാബീലിന് ശരിക്കും മനസ്സിലായി. ഇനിയിപ്പോൾ അതിനൊരു സമയം അനുകൂലമായി കിട്ടണമല്ലോ. സംഗതി ഹാബീലിനോട് നേരിട്ട് പറഞ്ഞപ്പോൾ ഹാബീൽ എന്താ പറഞ്ഞത്? നമുക്ക് ഓർമ്മയുണ്ട് ഹാബീൽ എന്താ പറഞ്ഞത്? നിന്റെ കൈകൾ എനിക്കെതിരെ എന്നെ വധിക്കാൻ വേണ്ടി നീട്ടുകയാണെങ്കിൽ ഞാൻ എൻ്റെ കൈകൾ നിനക്കെതിരെ നീട്ടൂല. അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. അൽ ഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ എന്നാണ് ഹദീസിലുള്ളത്. കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണ്. അത് നമുക്കത് തോന്നും, പടച്ചോനെ കൊന്നോ നരകത്തിലാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. കൊല്ലപ്പെട്ട ആളല്ലേ തന്നെ കൊല്ലപ്പെട്ടു. എപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞു അങ്ങനെ പറയാൻ കാരണം എന്താ? സംഘർഷം ഉണ്ടാവുമ്പോൾ അങ്ങനെ കൊല്ലപ്പെട്ട ആൾ വിചാരിക്കണം മറ്റോണെ കൊല്ലണമെന്ന്. അപ്പോ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ എന്നെ കൊല്ലും, ഞാൻ എന്നെ കൊല്ലും, ആരെങ്കിലും ഒരാൾ ആദ്യം കൊല്ലപ്പെടും. രണ്ടാളും നരകത്തിലാണെന്ന് പറയാൻ കാരണം അതാണ്. കൊല്ലപ്പെട്ട ആളുടെ മനസ്സിൽ മറ്റോനെ കൊല്ലണം എന്നുണ്ടായിരുന്നല്ലോ അതിന്റെ കാരണം. ഇത് ഇതിന് എതിരാണ്. നമ്മളെ വെറുതെ അന്യായമായി ആക്രമിക്കാൻ വരുമ്പോൾ നമ്മളെ പ്രതിരോധിച്ച് നമ്മളതിൽ കൊല്ലപ്പെടുമ്പോൾ അങ്ങനെയല്ല കേട്ടോ. നീ അങ്ങോട്ട് കരുതണ്ട. ഇത് ഷഹീദിന്റെ കൂലിയേക്കാരം. നമ്മൾ നിരപരാധിയായിട്ട് നമ്മൾ ആക്രമിക്കപ്പെട്ടാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യും? പ്രതിരോധിക്കും. അപ്പോൾ നമ്മളെ മനസ്സിലുണ്ടാവും അന്നാൻ ശരിയായി തരാൻ. നമ്മൾ കൊല്ലപ്പെട്ടാൽ അത് വല്ല മഖ്തൂൽ ഫിന്നാന്ന് പറഞ്ഞതിൽ പെടില്ല. നേരെ മറിച്ചല്ലോ ഭയങ്കര വാശീകരം. രണ്ടാളും വിട്ടെടുക്കൂല, രണ്ടാളും കത്തിയ രീതിയിൽ നടക്കുകയാണ്. ശരിയാക്കണം തന്നെയാണ്. അപ്പോൾ പിന്നെ ചതിയിൽ ഒരുത്തം മറ്റവനെ നിസ്കരിക്കുമ്പോഴോ അതല്ലെങ്കിൽ കടിയിൽ ചായ കുടിക്കുമ്പോഴോ പിറകിലൂടെ വന്നിട്ട് ഒറ്റ കുത്ത് കാത്തിന് കുത്തിയാൽ മറ്റേക്കിന് അവസരം കിട്ടൂല. പക്ഷെ മറ്റാളൊന്നും കൊണ്ടെടുക്കുക തന്നെയാണ് എന്നെ ഞാൻ ശരിയായി തരാറുണ്ട്. അവർ രണ്ടാളും നരകത്തിലാവും. ഇവിടെ ഹാവി ലോകങ്ങൾ അദ്ദേഹത്തിന്റെ വിശുദ്ധി. അദ്ദേഹം പറഞ്ഞ ഞാൻ ഒരിക്കലും ഇതിനൊന്നുമില്ല, നീ ജിന്നെ കൊല്ലാൻ ശ്രമിച്ചാലും. അദ്ദേഹം മാന്യമായി പറഞ്ഞത് ഇന്നേ ഉരീദു അൻ തബൂഅ ബിഇസ്മി വ ഇസ്മിക്. എന്നെ നീ കൊന്ന കുറ്റം കഴിഞ്ഞ ലാസ്റ്റ് ആയതിൽ പറഞ്ഞ എന്നെ നീ കൊന്ന കുറ്റം നിന്റെ തിന്മകളും അത് പേറിയിട്ട് ഇജ്ജ് പോകണം, അങ്ങനെ ഇജ്ജ് പരാജയപ്പെടണം. എൻ്റെ ഉദ്ദേശം അതല്ല, ഞാൻ തല്ലാനും കൊല്ലാനൊന്നുമില്ല. അങ്ങനെയൊക്കെ ആണെങ്കിലും എന്നാ എനിക്ക് അങ്ങനെയാണെങ്കിൽ എന്നാ ജീവ ആ തലനെ കാണിച്ചെന്നാ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഹാബീൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഹാബീൽ എന്ന കൊലയാളി അയാൾക്ക് കൃഷിയായിരുന്നു. ഹാബീലിനെ സംബന്ധിച്ചിടത്തോളം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിനെ ഏൽപ്പിച്ചത് എന്താണ്? പിന്നെ മൃഗങ്ങളെ, ആടും ഒട്ടകവും അങ്ങനത്തെ കാര്യങ്ങളാണ്. അങ്ങനെ ഹാബീൽ ആടിനെ മേയ്ക്കാൻ വേണ്ടിയിട്ട് പോയി. അന്നൊക്കെ അങ്ങനെയാണ്, കുറെ ആടുകളുണ്ടാവും. അങ്ങനെ ആടിനെ മേയ്ക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് ആടുകൾ ഇങ്ങനെ മേയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ മൂപ്പരെന്ത് ചെയ്തു? നല്ല തണൽ, അങ്ങനെയുള്ള സ്ഥലത്തേക്കുള്ള പോവുക, നല്ല പുൽമേടുകൾ, അങ്ങനെ നല്ല തണലുള്ള സ്ഥലത്ത് ഹാബീൽ എന്ത് ചെയ്തു? വിശ്രമിച്ചു, മയങ്ങിപ്പോയി. ഈ തക്കം നോക്കിയിട്ടാണ് ഹാബീൽ ശൈത്താൻ കാണിച്ചു കൊടുത്ത രീതി എൻ്റെ ഓർമ്മയാണ്. കല്ലുകൊണ്ട് തലക്കടിച്ചിട്ട് കൊല്ലുക എന്നുള്ളത്. അദ്ദേഹം നല്ല മയക്കത്തിലാണ്. ആ സമയത്ത് എന്ത് ചെയ്തു? ഹാബീൽ ഒരു നല്ല കല്ല് കൊണ്ടുവന്നിട്ട് തലക്കടിച്ചു. തലക്കടിച്ച് ആള് ഈ ലോകത്തോട് വിട പറഞ്ഞു. തൻ്റെ സഹോദരൻ മരണപ്പെട്ടു എന്ന് കണ്ടപ്പോ പിന്നെ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു പിടുത്തം കിട്ടില്ല. ചില തഫ്സീറുകളിൽ കാണാം പിന്നെ ഇയാൾക്ക് വിഷമായി. ഉടനെ തന്നെ ഇയാൾക്ക് എന്തായി? അങ്ങനെ ഉണ്ടല്ലോ, ഒരു വലിയ കുറ്റകൃത്യം ചെയ്താൽ ഒരാവേശത്തിന് ചെയ്യും, പിന്നെ വേണ്ടില്ലായിരുന്നു എന്ന് തോന്നും. ചില തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം 40 ദിവസത്തോളം ഇയാള് മയ്യത്ത് ചുമന്ന് നടന്നു. അതുകൊണ്ടായി അറിയാൻ എന്ത് ചെയ്യേണ്ടറിയില്ല. അങ്ങനെ ഇയാള് പരാജിതരുടെ കൂട്ടത്തിൽ പെട്ടു. ഭയങ്കര വിഷമമുണ്ട്. ഇനി വിഷമം കൂടാൻ ഒരു കാരണം കൂടിയുണ്ട്. മയ്യത്ത് എന്താ ചെയ്യേണ്ടതെന്നറിയാതെ അങ്ങനെ കൊണ്ടെടുക്കുകയാണ് ഇയാൾ തന്നെ.
അതൊരു അവസരം അല്ലാഹു തആല കൊടുത്തു. അതൊക്കെ ശരിക്കും ഒരു തരത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിനെ വഷളാക്കിയാളോ പഠിച്ചാൽ അങ്ങനെ ഒരു സാഹചര്യം പിന്നെ അദ്ദേഹത്തിന് കൊടുത്തു. അങ്ങനെയാണ് അടുത്ത ആയത്തിൽ എന്താണ് അയാൾ ചെയ്യേണ്ടതെന്ന് കാണിച്ചു കൊടുത്ത രംഗം പറയും. നോക്കൂ, അല്ലാഹു തആല ഒരു കാക്കയെ അയച്ചു. യബ്ഹസു ഫിൽ അർദ്, ആ കാക്ക തന്റെ കൊക്ക് കൊണ്ടും ചിറക് കൊണ്ടും കാലുകൊണ്ടൊക്കെ ഭൂമിയിൽ മണ്ണ് ഇങ്ങനെ മാന്തി. എന്തിനാണത്? ലിയുരിയഹു കൈഫ യുവാരി സൗഅത അഖീഹി, തന്റെ സഹോദരന്റെ മയ്യത്ത് എങ്ങനെയാണ് മണ്ണിൽ മറവ് ചെയ്യേണ്ടത് എന്ന് കാണിക്കുന്നതിന് വേണ്ടി. അതായത് ഒരു കാക്ക പിന്നെ ഒരു ചത്ത കാക്കയെ, അങ്ങനെയാണ് ഒരു അഭിപ്രായം, അല്ല ഒരു കാക്ക മറ്റൊരു കാക്കയെ കൊത്തിയിട്ട് കൊല്ലുന്നതന്നെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് പിന്നെ കൊല്ലപ്പെട്ട കാക്കയെ ഈ കാക്ക എന്ത് ചെയ്തു? മണ്ണ് ഇങ്ങനെ മാന്തി ചിറകൊണ്ടും മറ്റും പിന്നെ അതൊക്കെ മണ്ണ് കുറെ കൊത്തുന്നു, കുറെ അതിന്റെ പിന്നെ കാലുകൊണ്ട് മാന്തുന്നു, കുറെ ചിറകൊണ്ട് ഒക്കെ ഒരു കുഴിയുണ്ടാക്കിയിട്ട് ഈ കാക്കയെ ആ കുഴിയിലേക്ക് ഇട്ടിട്ട് ഈ മണ്ണൊക്കെ തന്നെ മൂടി. ഇതിന് കണ്ടപ്പോ കാല ഇയാള് പറയാണ്, ആര്? കാബീല് പറയാണ്, യാ വൈലത്താ, എനിക്ക് നാശം. അഅജസ്തു അൻ അകൂന മിസ്ല ഹാദൽ ഗുറാബ്, ഈ കാക്കയുടെ പോലെ കാക്കയെ പോലെ ആകുന്നതിന് പോലും ഞാൻ അശക്തനായല്ലോ. ഇയാൾ സങ്കടം പറയുന്ന എന്താണ്? അഅജസ്തു, ഞാൻ കഴിവില്ലാത്തവനായില്ലേ. എന്തിന്? അൻ അകൂന മിസ്ല ഹാദൽ ഗുറാബ്, ഈ കാക്കയെ പോലെ ഞാൻ ആകുന്ന അതിനുപോലും എനിക്ക് കഴിഞ്ഞില്ലല്ലോ. ഫഉവാരിയ സൗഅത അഖീ, ഇങ്ങനെയാണെങ്കിൽ എൻ്റെ സഹോദരന്റെ ഈ ഭൗതിക ശരീരം എനിക്ക് മറവ് ചെയ്യാമായിരുന്നല്ലോ, ഈ വിവരം കൂടി എനിക്ക് ഉണ്ടായില്ലല്ലോ. ഫഅസ്ബഹ മിനൻ നാദിമീൻ, അതോടുകൂടെ അവൻ നെടുങ്കേദമുള്ളവനായി. ഓൻ പിന്നെ വലിയ ദുഃഖിതനായി, വലിയ ദുഃഖത്തിലായി, വലിയ പ്രയാസം അവനിക്ക് വന്നു എന്നാണ്. അത് കേരിക്കും. കാരണം എന്താ വെച്ചാൽ ഒരാവേശത്തിന് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഏത് ഒരു കൊലയാളിക്കും അങ്ങനെ തന്നെയാണ്. പലരുണ്ടല്ലോ, പലൊരാവേശത്തിന് ചെയ്യും, അപ്പൊ താങ്ങാൻ ആളുകൾ ഉണ്ടാവും, കുടുംബത്തെ ഏറ്റെടുക്കാൻ ആളുകൾ ഉണ്ടാവും. പിന്നെ കുറെ കഴിയുമ്പോൾ കുറ്റബോധം ഇങ്ങനെ വരും. അങ്ങനെ എത്ര ആളുകൾ നീറിപ്പോഞ്ഞ മനസ്സുമായിട്ട് ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ ഒരു സമാധാനം ഇല്ലാതെ കഴിയുന്നുണ്ട്. ഇവനപ്പം തന്നെ കയറിച്ചു. ഒന്ന് ഓന് വലിയ അഹങ്കാരം വന്നു, അസൂയ അഹങ്കാരമുള്ളോ. ഓൻ തന്നെ ചിന്തിക്കാണ്, എന്താ നമ്മളെ കഥ. അതായത് എൻ്റെ സഹോദരന്റെ ആ ഭൗതിക ശരീരം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ ഇപ്പൊ ആ കാക്കച്ചു വരേണ്ടി വന്നല്ലോ. അതും കൂടി അറിയാത്ത ആളുകളാണ്. ഞാൻ അതിനുപോലും അശക്തനായല്ലോ എന്നുള്ള ഒരു ചിന്ത അവനിക്ക് വന്നു. അത് ചില കാര്യങ്ങളിലൊക്കെ. ഇപ്പോൾ ഇന്നലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നടന്നു കണ്ടില്ലേ, ഒരു അന്യസംസ്ഥാന തൊഴിലാളിയാണ്, അവൻ കോട്ടുവായിട്ടാണ്. പക്ഷെ പിന്നെ തൊള്ള കൂട്ടാൻ കഴിയില്ല. ഈ കോട്ടുവായോട് ഇപ്പം എല്ലാം ശ്രദ്ധിക്കണം കേട്ടോ. ചിലപ്പോൾ നമ്മളൊരു അങ്ങോട്ട് പൊളിച്ചും വരും പൊളിയെ, അല്ലെങ്കിൽ തന്നെ വെറുതെ അല്ലട്ടെ വിധങ്ങളെ നിങ്ങൾ പരമാവധി ഇതാക്കണം എന്നുണ്ടെങ്കിലേ. നമ്മൾ ചില ആളുകളൊക്കെ ജുമഴക്കൊക്കെ ഉണ്ടല്ലോ കോട്ടുവായിടൽ പഠിച്ചോനെ, ഹുത്തുബൊക്കെ സ്റ്റക്കാവും ചിലപ്പോൾ തന്നെ. മറിപ്പരിയിലാണുള്ള ഓർമ്മകാരൻ. എന്നിട്ട് ആൾക്കാർ മുഴുവൻ ചിരിച്ചേക്കാരം. അത് ചില ആൾക്കാർക്ക് റേഞ്ച് തീരെ കിട്ടൂല. ഇപ്പോൾ 2 ആഴ്ച മുമ്പ് ഒരു ക്ലാസ്സിൽ ഇങ്ങനെ പള്ളിക്കലാണ് ക്ലാസ്. അപ്പം എല്ലാവരും മുസാഹിബെടുത്ത് ഇങ്ങനെ വരികയാണ്. അതിൻ്റെ അടിയിൽ ഒരാൾ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അയാൾ പൊക്കം മറന്നത് കാരണം അയാൾ നേരെ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിന്നിട്ട് അയാൾ ഈ മുസാഹിബിൻ്റെ കയ്യിൽ ആ മുസാഹിബ് തലയിൽ ഇങ്ങനെ വെച്ചിട്ട് മൂപ്പരിങ്ങനെ കണ്ണിമ്പി ചെയ്തിങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ തുണി എടുക്കണം. എൻ്റെ നേർക്ക് തിരിഞ്ഞാണ്ട് തുണിയൊക്കെ കഴിച്ചുകൊണ്ട് വല്ലാത്തൊരവസ്ഥ. ആൾക്കാരും ഇടങ്ങാറായി, ഞാനും ഇടങ്ങാറായി. മൂപ്പര് റേഞ്ച് ഒറ്റ പോയതാണ് സംഭവം. നമ്മൾ ഈ പരിസരം മറന്നാൽ ഭയങ്കര പ്രശ്നമാണ്. മൂപ്പര് കണ്ണിമ്പി അങ്ങനെ നിന്നാണ്ട് മൂപ്പര് ചിന്ത മുസാഹിബ് തലയിന്ന് വീഴരുത്തുന്ന കേട്ടോ. അതിന് അത് വേറാണ്. അങ്ങനെ വെച്ചിട്ട് കൊട്ട തലയിൽ വെക്കുമ്പോൾ മീൻ കൊട്ടൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ വെച്ചിട്ട് മൂപ്പര് തുണിയൊക്കെ എല്ലാം റാഹത്തായിട്ട് എടുത്തിട്ട് പിന്നെ കണ്ണീച്ചിട്ട് ഇന്നെ നോക്കണ്ട തന്നെ. അവൻ നേരെ മുന്നിലാണ്. ഇപ്പൊ മാഷൊക്കെ കണ്ട് അവിടെ ഇങ്ങനെ നിന്നാൽ എങ്ങനെ ഉണ്ടാവുന്നമാർക്ക് ആൾക്കാരിങ്ങനെ വരണ്ടോല് ഇങ്ങനെ ഇരിക്കണം. മൂപ്പര് മുന്നിൽ തന്നെ വന്നിരിക്കണം.
അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞ പോലെ അപ്പോൾ ചില കാര്യങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞെന്താ അറിയോ, നിബിധങ്ങൾ പറഞ്ഞങ്ങൾ കോട്ടുവായിടുമ്പോൾ എല്ലാം ശ്രദ്ധിക്കണം. ഞാൻ മനുഷ്യന് ഒന്നുമല്ല അഹങ്കരിക്കാൻ വകുപ്പില്ലെന്നാ. റെയിൽവേ സ്റ്റേഷനിൽ അവിടെ ഇരിക്കേണ്ട ഒരു സഹോദരനാണ് കോട്ടുവായിട്ടാണ്. പക്ഷേ ഇതെന്ത് ചെയ്തു, ഇതിൻ്റെ ഉള്ളിൽ ഇത് വേറിട്ട് കഴിഞ്ഞാൽ തൊള്ള എന്തായാലും കൂടില്ല. ഓന് വർത്തമാനം പറയാനും കഴിയില്ല, ഓങ്ങിട്ട് എട്ടങ്ങറിയിക്കണം. അതിൽ ഭാഗ്യത്തിന് എന്ത് ചെയ്തു, അവിടെ ഡോക്ടർ ഉണ്ടായിരുന്നു. അയാൾ മലയാളിയാണ്. അയാളൊന്ന് ചോദിക്കേണ്ട മലയാളിയാണെന്നൊക്കെ ചോദിക്കണം, അവനൊന്നും ഉണ്ടാകില്ല. പക്ഷെ അയാൾ എന്ത് ചെയ്തു, അയാളെ ബാഗ് തുറന്ന് വേഗം ആ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്തു, അറിഞ്ഞാൽ അത്രേ ഉള്ളൂ. ഒരു 1-2 മിനിറ്റ് കൈ തൊള്ളിയിലിട്ടിട്ട് ഇങ്ങനെ കാട്ടിയിട്ട് എന്ത് ചെയ്തു, ലെവലാക്കി. അൽഹംദുലില്ലാഹ് അവനാ ഡോക്ടറെ കയ്യുമൊക്കെ പോകുന്നത്. കാരണം എന്താ അറിയോ, അപ്പോൾ ആരോ അതിൽ കമന്റ് ബോക്സിൽ പറയുന്നുണ്ട്, ഇതാണ് ഡോക്ടർ കണ്ട ദൈവമാണ് പറയേണ്ടത്. അങ്ങനത്തെ പാലക്കാടാണ്. ഈ കത്രികയും പഞ്ഞിയൊക്കെ പാടെ ഉള്ളിൽ വെച്ചുകൊണ്ട് തുന്നിക്കാണിഞ്ഞ് പോയിക്കോളി അറിയുമ്പോൾ നമുക്ക് ദേഷ്യം വരും. പക്ഷെ ഇന്നലെ കണ്ടപ്പോൾ എനിക്കെണ്ണുണ്ടല്ലോ ആ ഡോക്ടറോടുള്ളൊരു സ്നേഹം. കാരണം ആര് കുടുങ്ങിയാലേ ആ സഹോദരൻ അപ്പോൾ എന്തോരം ഇടങ്ങാറില്ല അറിയങ്ങൾ. അതിപ്പോൾ ചൂഷണം ചെയ്യുന്നൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണെങ്കിൽ 12,000 റുപ്യ ചിലപ്പോൾ അതിങ്ങനെ ആക്കിയിട്ട് ശരിയാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ ഇതേറെ നല്ലതെന്താണ് ഒരു ശസ്ത്രക്രിയ ഉണ്ടെന്ന് പറയണം. വെറുതൊന്ന് കീറിയാണ് തുന്നിയാലും അങ്ങനത്തെ കാലമാണ്. അപ്പോൾ ആ ഡോക്ടർ എന്ത് ചെയ്തു, ഒരു മടിയും കൂടാതെ ആ സഹോദരനെ രക്ഷപ്പെടുത്തി. അയാളുടെ ജീവിതം മുതലായി. ഞാൻ പറയുന്നത് ഇത്രയുള്ള മനുഷ്യനിട്ടോ നന്നായി ഒന്ന് കോട്ടുവായിട്ടാ പിന്നെ ഇങ്ങോട്ട് പോകുന്നില്ലെങ്കിലേ അത് കുടുങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ഇടങ്ങാറായി. പിന്നെ ഇനിയിപ്പോൾ ഹോസ്പിറ്റലൊക്കെ നമുക്ക് സംഭവിച്ച് പോകണമെങ്കിൽ ഹോസ്പിറ്റലെത്തോളം തൊള്ളൊളിച്ച് പോകണ്ടേ? ഇതിലേറെ വലിയ ഇടങ്ങാറ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഒക്കെ നിസ്സാരാണ് കാര്യങ്ങൾ. അതാണ് നമ്മളെപ്പോഴും പറയുന്നത്, മനുഷ്യന് ഒട്ടും അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല. ഒരു നൂൽപാലത്തിലൂടെയുള്ള യാത്രയാണ്. ഇൻസാൻ സൂറത്തിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ പറയത്തക്ക ഒരു വസ്തുവേ അല്ലാത്ത ഒരു കാലം കഴിഞ്ഞു നിങ്ങൾ ചിന്തിച്ചാൽ മതി എന്ന് ഖുർആൻ പറയാൻ കാരണം എന്താ, ഉമ്മാന്റെ ഗർഭപാത്രത്തിലെ ആദ്യത്തെ ഘട്ടം ആലോചിച്ചാൽ നമ്മളൊന്നുമല്ല. അങ്ങനെ പിന്നെ നമ്മൾ വന്ന വഴി ആലോചിച്ചാൽ നമ്മളൊന്നുമല്ല. ബീജഗണങ്ങളായിട്ട് നമ്മൾ വന്ന ആ അവസ്ഥ ആലോചിച്ചാൽ നമ്മൾ വളരെ നിസ്സാരന്മാരാണ്. പിന്നെ എങ്ങനെ മനുഷ്യനെ അഹങ്കരിക്കാം? ഒരു നിലക്കും അഹങ്കരിക്കാൻ പറ്റില്ല. ഭയങ്കര തവാളൂഴ് ഒരു മനുഷ്യനെ കൂടുന്നതാണ്. തവാളൂഴ് എന്ന ആ വിശേഷണം മനുഷ്യർക്കുണ്ടാവും. അതിനുള്ളൊരു വഴിയാണ്. ഇപ്പോൾ ഇവനെ നോക്കുങ്ങൾ, ഇവന് വലിയ അഹങ്കാരമൊക്കെ വെച്ച് കൊലപാതകം നടത്തി നോക്കുമ്പോൾ പിന്നീട് എന്താണ് ഈ മയ്യത്ത് ചെയ്യേണ്ടതെന്നറിയാതെ വിഷമിക്കുന്നൊരവസ്ഥ വന്നു. അതും പടച്ചനൊരിക്കൽ അല്ലെങ്കിൽ പോകാൻ എന്ത് ചെയ്താൽ മതി, കൊന്ന സ്ഥിതിക്ക് എവിടെയെങ്കിലും ഒഴിവാക്കിയാണ് പോയാൽ മതി. അതിന് തോന്നിയതുമില്ല. അതെന്തിനാണ്? ഇവിടെ പഠിപ്പിക്കണമല്ലോ, ആദ്യത്തെ കൊലപാതകമാണ്. ഇനി അള്ളാഹു തആല പഠിപ്പിക്കുകയാണ് ഒരാൾ മരിച്ചാൽ എന്താ ചെയ്യേണ്ടത്. പിന്നെ അങ്ങനെ താവയായിട്ട് പോയിക്കോളും. ഇത് ഫസ്റ്റ് സംഭവമല്ല. അങ്ങനെയാണ് കാക്ക ഒരു കുഞ്ഞിനെ, കാക്ക മറ്റൊരു ചത്ത കാക്കയെ കുഴിച്ചിടുന്ന രംഗം കാണിച്ചു കൊടുത്തത്. അപ്പൊ ഇവന് ഭയങ്കര സങ്കടം. ഇതും കൂടി മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് എനിക്കുണ്ടായില്ലല്ലോ. ചെറിയ വിഷയങ്ങളായിരിക്കും, പക്ഷേ അത് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സമയം പോകും. ഒരു വീട്ടില് ഉമ്മ പിന്നെ നോമ്പാണ്, മക നോമ്പാണ്. വാപ്പ പറയണേ എന്താ ഈ കറി, ഇതിലെന്തൊക്കെയോ കുറവുണ്ടല്ലോ. മക്കള് പറയണേ ഇപ്പ ഇല്ലാത്തതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഇപ്പക്കും അറിയില്ല, ഉപ്പില്ലാത്തത് മക്കൾക്കും അറിയാൻ കഴിയുന്നില്ല. മക നോമ്പാണ്. ഉണ്ടായി രംഗം പറയണേ, ആലോചിച്ച് നോക്കൂ. അപ്പൊ അത് അറിയാനുള്ള പ്രശ്നമാണത്. എന്തൊക്കെയോ കുറവുണ്ട്, തൊള്ളിക്ക് വെക്കാൻ പറ്റൂല, കുറച്ച് ഇട്ടാ മതി. അത് ഉമ്മ മറന്നാണ്. സാധാരണ പെട്രോള് കഴിഞ്ഞിട്ട് വണ്ടിന്റെ കേട് തപ്പി അവസാനമാണ് പെട്രോള് കഴിഞ്ഞാണെന്ന് അറിഞ്ഞത്. ഇത് പറയും പോലെയാണ്. ആരെ കൊടുത്തിട്ടും കാര്യമില്ലല്ലോ, ഇന്ധനം വേണ്ടേ എന്നതുപോലെ ചെറിയ വിഷയങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ കീഴ്വഴക്കനുസരിച്ച് നമ്മളിങ്ങനെ കാര്യങ്ങൾ കാണുന്നോണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കൊക്കെ ഞാനിപ്പോൾ ഇന്നലെ റേഞ്ച് യോഗത്തിൽ പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ, ഉസ്താദ്മാർ ക്ലാസ് എടുക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈ മൊബൈലിലെ റേഞ്ച് കേൾക്കേണ്ടതിന് മുമ്പ് കേൾക്കാൻ തുടങ്ങിയ റേഞ്ചാണ് ഏത്? ഈ റേഞ്ച് യോഗം അല്ലേ? നമ്മളൊക്കെ ഇപ്പോൾ കുട്ടികളൊക്കെ ഈ മൊബൈലിലെ റേഞ്ചാണ് വലിയ വരിക. അതിൻ്റെ മുമ്പ് നമ്മൾ കേൾക്കേണ്ടതാണ് ഏത്? നാള് പള്ളിക്കൊക്കെ കള്ളം കിടന്നു മലപ്പുറത്തെ റേഞ്ച് സെക്രട്ടറി അവിടെയാണ്, മദ്രസിൻ്റെ റേഞ്ച് സെക്രട്ടറി. അപ്പോൾ 1 ലക്ഷം റുപ്യ ഉണ്ടായി. ഞാൻ മലപ്പുറം സ്റ്റേഷനിൽ പോലീസ് ഓഫീസർ വന്ന് അപ്പോൾ ഉസ്താദ് പറഞ്ഞു റേഞ്ചിന്റെ പൈസയാണ്. ഇയാൾക്ക് എങ്ങനെയായിട്ട് കൊടുത്ത കിട്ടണില്ല? പോലീസ് ഓഫീസർക്ക് ഇത് റേഞ്ചിന്റെ പൈസയാണിട്ട് കൊടുത്ത കിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാലേ, ഞാൻ ഇന്നലെ ഉസ്താദ്മാരോട് പറഞ്ഞു, നമ്മളൊക്കെ ഇപ്പോൾ ചെറുപ്പത്തിലേ ഇത് കാണുന്ന
നേരെ നമ്മളെ കൊണ്ടുവരുന്നു, മദ്രസയിൽ ചേർക്കുന്നു, നമ്മൾ പഠിക്കുന്നു. പക്ഷേ ഇത് ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കാനാണ് പണി. ഇങ്ങനൊരു സിസ്റ്റം ആദ്യം ഇല്ലായിരുന്നു. ഇതൊരു ഐഡിയ ഇല്ലല്ലോ. പിന്നെ നമ്മൾ ഉസ്താദന്മാരെന്ത് ചെയ്തു, ഇങ്ങനെ ആവിഷ്കരിച്ചെടുത്തു. അന്ന് തുടങ്ങുമ്പോൾ ഒരു പക്ഷേ ഇതിങ്ങനെ ഒന്ന് കരുതി, അള്ളാഹുവല്ലോ ഇന്നിപ്പോൾ നമ്മളെവിടെ എത്തി. ഭൗതിക സ്ഥാപനങ്ങളെ വെല്ലുന്ന രൂപത്തിൽ കെട്ടിടങ്ങളും ഫർണിച്ചറുകളും അതിലെ വിഭവങ്ങളും ഉണ്ടാക്കാനും സ്ഥാപിക്കാനും അതുവഴി മുന്നേറാനും നമുക്ക് സാധിച്ചു. അപ്പോൾ ഏത് കാര്യങ്ങളും നമ്മൾ നിരന്തരം കാണുമ്പോൾ അതിൻ്റെ വില അറിയാഞ്ഞാൽ എല്ലാം പ്രശ്നമാണ്. ആ ഒരു കാര്യം മനുഷ്യൻ പല കാര്യങ്ങളിലും അശക്തരാണ്. അള്ളാഹു അറിവ് കൊടുക്കാതെ ഒന്നും കിട്ടൂല. അതുകൊണ്ടാണ് ഇയാൾക്ക് പോലും അഹങ്കാരത്തിന് കുറഞ്ഞ ഒരു ഇടിവ് സംഭവിച്ചു അവിടെ. എന്നിട്ട് അയാൾക്ക് ഭയങ്കര സങ്കടമായി, വേണ്ടില്ലായിരുന്നു എന്നുള്ള തോന്നല്. ഇനി നോക്കിക്കോളൂ, അടുത്ത ആയത്തിൽ പറയുന്നത് മിൻ അജ്ലി ദാലിക കതബ്നാ അലാ ബനീ ഇസ്രായീൽ അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സ്. ഇത് ബനു ഇസ്രായേൽക്കാരെ പ്രത്യേക ഉണർത്താണ്. അതായത് കൊലപാതകത്തിൽ ഒരു മടിയില്ലാത്തൊരു ടീമായിരുന്നു അവര്. കാരണം എന്താ വെച്ചാല് ബനു ഇസ്രായേലികളിൽ നിന്നാണ് പിന്നീട് എന്തുണ്ടായത്, അമ്പിയാക്കളൊക്കെ കൊല്ലുന്ന അവസ്ഥ ഉണ്ടായത്. 70ഓളം നബിമാരെ ഒറ്റ ദിവസം കൊണ്ട് കൊന്നൊടുക്കിയ അവർ ജൂതന്മാര്. അപ്പൊ അവർക്ക് കൊലപാതകത്തിൽ ഒരു മടിയില്ലാതായി, ആളുകളെ കൊല്ലാനും തല്ലാനും. അപ്പോ അല്ലാഹു തആല അവരെ ഈ ആദം നബിയുടെ 2 മക്കളെ ഈ കഥ പ്രത്യേക ഉണർത്തുകയാണ്. മിൻ അജ്ലി ദാലിക, ഇക്കാരണത്താൽ കതബ്നാ അലാ ബനീ ഇസ്രായീൽ, ഇസ്രായേൽ സന്തതികളുടെ മേൽ നാം എന്തെയ്ത് രേഖപ്പെടുത്തി, അന്നഹു മൻ ഖതല നഫ്സ, ഒരാള് വേറൊരാളെ കൊന്നു, ബിഗൈരി നഫ്സിൻ, മറ്റൊരാൾക്ക് പകരമല്ലാതെ, ഔ ഫസാദിൻ ഫിൽ അർള്, അല്ലെങ്കിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിന് പകരമല്ലാതെ ഒരാൾ മറ്റൊരാളെ കൊന്നു കഴിഞ്ഞാൽ, ഫകഅന്നമാ ഖതലൻ നാസ ജമീഅ, അവൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്ന പോലെയാണ്. അതാണ് ഇസ്ലാം കൊലപാതകങ്ങളും കാര്യങ്ങളൊന്നും അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, നമ്മളൊക്കെ സാധാരണ പറയലുണ്ടല്ലോ, ഒരാളെ അന്യായമായി കൊന്ന ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊല്ലുന്നത് പോലെ എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അവിടെ മുസ്ലിം എന്ന വ്യത്യാസമല്ല. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, മുസ്ലിം അമുസ്ലിം എന്ന യാതൊരു വ്യത്യാസവും ഇല്ല. അന്യായമായി ഒരാളെയും വധിക്കാൻ പാടില്ല. അന്യായമായി എന്ന് പറയാൻ കാരണം, മറ്റൊരാൾക്ക് പകരമല്ലാതെ, ഇപ്പോ മകൻ ഒരാളെ കൊന്നു, കൊല്ലപ്പെട്ട ആളുടെ ബന്ധു കൊന്നോനെ കൊന്നു, അതങ്ങനല്ല. നമുക്ക് നിയമം കയ്യിലെടുക്കാൻ വകുപ്പില്ല കേട്ടോ, നമുക്ക് നിയമം കയ്യിലെടുക്കാനുള്ള വകുപ്പില്ല. എന്നാൽ പോലും അവിടെ ന്യായം ഉണ്ടല്ലോ. നമ്മളൊരിക്കലും നമ്മൾ ഈ മതേതര രാജ്യത്ത് മാത്രമല്ല, ഇസ്ലാമിക രാജ്യത്താണെങ്കിൽ പോലും പിന്നെ മകനെ കൊന്ന ആളെ വാപ്പാക്ക് കൊല്ലാനുള്ള അധികാരമില്ല. കൊല്ലല് കോടതിയാണ്. മാപ്പ് കൊടുക്കാനും അതിന് ഒഴിവാക്കാനൊക്കെ ഉള്ള അധികാരം ഇവർക്കുണ്ട്. വാപ്പയാണെങ്കിലും മക്കളാണെങ്കിലും ഓൽക്കുണ്ട്. അതേ സമയത്ത് നിയമം കയ്യിലെടുക്കാൻ പാടില്ല. ഇനി അങ്ങനെ പെട്ടെന്നൊരു വികാരത്തിൽ നിയമം കയ്യിലെടുത്ത് ചെയ്താലോ, ഓൽക്ക് പടച്ചോൻ ഭാഗത്തുനിന്ന് അങ്ങനെ കുറ്റമില്ല. ഓലെ എല്ലാവർക്കും കൊന്ന, കാരണം എന്താ, അവിടെ ന്യായമുണ്ട്. അതാണ് അതിന്റെ കാരണം പറയേണ്ടത്. എന്നാൽ നിയമം ലംഘിച്ചിന്റെ കുറ്റം ഉണ്ടാവും. കാരണം ഈ നിയമം ലംഘിക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം, അല്ലെങ്കിൽ പിന്നെ എല്ലാവരും തോന്നിയ പോലെ ചെയ്താൽ ഒരുപാട് നിരപരാധികൾ പെടും. ഈ കോടതിയും കേസും വാദപ്രതിവാദവും അല്ലെ, ഇതൊക്കെ നിരന്തരം നടക്കുമ്പോഴേ നിരപരാധികൾ കുറച്ചെങ്കിലും അതിൽ കീഞ്ഞു പോരുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെന്നറിയോ, അസൂയോണ്ട് ചിലപ്പോൾ പറയാം, ഓൻ എന്നെ കൊന്നു കിട്ടോ, ഓനെ ഞാൻ ശരിയായിക്കോളാം. അപ്പൊ തന്നെ നമ്മൾ അണിതാക്കിയാൽ അത് ചിലപ്പോൾ എന്ത് ചെയ്യും, അനീതി അതിൽ സംഭവിക്കും. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ നിയമം കയ്യിലെടുക്കരുതെന്ന് പറയാൻ കാരണം. അന്യായമായി ഒരാളെ കൊന്നു, അല്ലെങ്കിൽ ഭൂമിയിൽ വലിയ കുഴപ്പമുണ്ടാക്കുകയാണ്. കാരണം ഖുർആനിൽ അൽ-ബഖറയിൽ അള്ളാഹു പറയുന്നത് ഈ കുഴപ്പമുണ്ടാക്കുക എന്നുള്ളത് അത് കൊലപാതകത്തെക്കാള് ഏതാണ് ഗൗരവമുള്ളതാണ്. നമ്മളിപ്പോ മുറി ഉണ്ടാക്കുക നമുക്കൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ മുറി ഇങ്ങനെ പഴുത്ത് വരികയാണ്, അത് കുറച്ച് ചെത്തി ഒഴിവാക്കിയില്ലെങ്കിൽ ആ പഴുപ്പ് മേലേക്ക് കയറുന്നുണ്ടെങ്കിൽ ഒഴിവാക്കും. എന്നതുപോലെ ഒരാൾ വല്ലാതെ കുഴപ്പമുണ്ടാക്കി നാട് കത്തിക്കുകയാണെങ്കിൽ ഓനെ ഒഴിവാക്കേണ്ടി വരും. അപ്പൊ പോലീസൊക്കെ വെടിയേക്കുന്നില്ലേ അല്ലേ? 144 പാസ്സായ സ്ഥലത്ത് പിന്നെ
കർഫ്യൂ ഏർപ്പെടുത്തപ്പെട്ട സ്ഥലത്ത് 4 ആൾ കൂടിയാൽ വെടിവെക്കുന്നെന്നാൽ അത് കുറച്ച് ഏറിയിലാണ്, കുഴപ്പം ഒഴിവാക്കാനാണ്. അത് ഖുർആൻ മാത്രം പറയുന്നതല്ല, കേട് തീർക്കണം. അപ്പോൾ ഫിത്ന ഉണ്ടാക്കുക, കുഴപ്പമുണ്ടാക്കുക, അതല്ലെങ്കിൽ ഒരാൾ മറ്റൊരാളെ കൊന്നതിന് പകരം. അങ്ങനല്ലാതെ അന്യായമായി ഒരാളെ കൊന്നാൽ ഫകഅന്നമാ ഖതലന്നാസ ജമീഅ, അവൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊല്ലുന്നത് പോലെയാണ്. ഇവിടെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട എന്തറിയോ, അപ്പം നമ്മളെ വിമർശിക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ പറയുന്ന ഒരു ഭാഗമുണ്ട്. ഞാൻ ആ ഇതിനോട് ചേർന്നൊരു ഭാഗമായതുകൊണ്ടാണെന്ന് പോയി തരാം. അൽ-ബഖറ സൂറത്തിലെ 191 ആയത്ത് നോക്കി, 30 പേജ്. നമ്മളെ എതിരാളികൾ വല്ലാതെ പറയുന്ന കേട്ടോ, അധ്യായം 2:31. بسم الله الرحمن الرحيم واقتلوهم حيث ثقفتموهم وأخرجوهم من حيث أخرجوكم والفتنة أشد من القتل ولا تقاتلوهم عند المسجد الحرام حتى يقاتلوكم فيه فإن قاتلوكم فاقتلوهم كذلك جزاء الكافرين فإن انتهوا فإن الله غفور رحيم. അവിടെ പറയുന്നുണ്ടാ, ഇത് നമ്മളെ വല്ലാതെ, അതായത് മുസ്ലിങ്ങളല്ലാത്തവരെ എവിടെ വെച്ച് കണ്ടാലും ഓലെ കൊന്നോളൂ എന്നാണ് ഖുർആൻ പറയുന്നത്. ഇത് എത്ര വലിയ ഭീകരവാദമാണെന്നാ പറയല്. അതിൽ ഉദ്ധരിക്കുന്ന ഒരു ആയത്താത്. പക്ഷെ ആയത്തിന് പറയുന്ന എന്താ, വഖ്തുലൂ. ഇതെപ്പറങ്ങിയാ ഞങ്ങള് എങ്ങനെ നമ്മൾ സമാധാനത്തിന്റെ വഴി സ്വീകരിച്ചിട്ടും അതിലേക്ക് വരാതെ നമ്മൾ ഹിജ്റ പോയി ഒഴിഞ്ഞു മാറി എല്ലാ നിലക്കും സംഘർഷം വേണ്ടായിരുതി. വീണ്ടും ഇവര് പലരുമായും കൂട്ടുകൂടി ആളുകൾ സംഘടിച്ച് നമ്മളെ ദ്രോഹിക്കാൻ വരുന്നൊരവസ്ഥ. എന്നിട്ട് ഒരു ചർച്ച എന്താ അറിയോ, ഇവര് മസ്ജിദുൽ ഹറാമെന്ന് ഇവരട്ട് വെട്ടിയാൽ മതി, ഒരു മസ്ജിദുൽ ഹറാമെന്ന് തിരിച്ചു വെട്ടൂല. കാരണം പരിശുദ്ധിയുള്ള സ്ഥലമല്ലേ. പിന്നെ ദുൽഹിജ്ജ മാസത്തിലൊക്കെ പോയി കണ്ട് വെട്ട്, അത് വലിയ പവിത്രത ഉള്ള മാസമായതുകൊണ്ട് അന്ന് പോലും ഇങ്ങോട്ടൊന്നും തല്ലൂല. ഇങ്ങനെ നമ്മളെ പറ്റി മനസ്സിലാക്കിക്ക. അതല്ലോ മുസ്ലിങ്ങൾ പറഞ്ഞാൽ സമാധാനത്തിന്റെ ആൾക്കാരാണ്. അപ്പൊ പിന്നെ ഈ വിവാദം ഉണ്ടായ ഒരു നേതാക്കന്മാരൊന്നും കാര്യമായിട്ടൊന്നും പറയില്ല. കാരണം നമുക്ക് സമാധാനം പോകുന്ന പെരും പേടിയേക്കാരം. പിന്നെ നമുക്ക് പെരുന്നാളോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഒരു ലീവ് വേണമെന്നും സർക്കാരിനോട് വല്ലാതെ ചോദിക്കൂല. കാരണം അങ്ങനെയുള്ളോ, അപ്പോഴേക്കും മതേതരത്വം ചോർന്നു പോകും. നമുക്ക് പെരും പേടിയുള്ളോ. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, മറുഭാഗത്ത് പല കളികളും നടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം അങ്ങനെ തന്നെയാണ്. നമ്മൾ എപ്പോഴും സമാധാനവും സഹിഷ്ണുത വേണമെന്നും ആത്മസംയമനമൊക്കെ പറയുന്നതുകൊണ്ട് അപ്പോൾ ഇവർക്കൊരു ധാരണ, ഇവരെ എന്തോ ആകാം, കുഴപ്പമുണ്ടാവില്ല, മസ്ജിദുൽ ഹറാമെന്ന് ഇട്ട് വെട്ടാൻ നമുക്ക് ഒരിങ്ങോട്ട് വെട്ടൂല. ദുൽഹിജ്ജ മാസത്തിലോ അല്ലെങ്കിൽ റജബിലോ ഒക്കെ മുഹറമിലോ ഒക്കെ ആകാം, ഒരിങ്ങോട്ട് വെട്ടൂല എന്നൊക്കെ ഒരു ധാരണ. അപ്പോൾ അള്ളാഹു പറയാണ്, ഈ നിങ്ങൾ കാത്തിക്കണ്ട, നിങ്ങൾ തിരിച്ചടിച്ചോളി. എല്ലാ സമാധാനത്തിന്റെ വഴി അടഞ്ഞു. ഇനിയിപ്പോ തിരിച്ചടിക്കാതിരുന്നാ പിന്നെ നമ്മൾ ഉണ്ടാവില്ല. അപ്പിറങ്ങിയ ആയത്താണ്. അതായത് എല്ലാ മുസ്ലിങ്ങൾക്കും അല്ല, അതെന്നെ മുഴുവൻ കേട്ടാൽ മനസ്സിലാവും. അവിടെ പറയുന്നത് എന്താ, വഖ്തുലൂഹും, ശത്രുക്കളെ നിങ്ങൾ വധിച്ചോളൂ. ഹൈസു സഖിഫ്തുമൂഹും, അവരങ്ങളെ എവിടെ വെച്ച് കണ്ടാലും. അങ്ങനെ പറയാൻ തന്നെ കാരണം എന്താ, ഇതിന്റെ അർത്ഥം നമ്മളൊക്കെ കത്തിരി തടയാണ്ട് അതല്ല. അങ്ങനെ വെറുതെ പ്രചരിപ്പിച്ചുകാണ്ട് ആടിനെ പട്ടിയാക്കിക്കാണ്ട് പിന്നെ പേപ്പട്ടിയാക്കി തല്ലി കൊല്ലാനുള്ള പരിപാടിയാ. ഇവിടെ പറയുന്ന ശത്രുക്കൾ നിങ്ങളെ എവിടെ വെച്ച് കണ്ടുമുട്ടിയാലും പറഞ്ഞാല് മസ്ജിദുൽ ഹറാമെന്നൊക്കെ ആവുമ്പോൾ നമ്മളൊന്നും ചെയ്യില്ലായിരുന്നിട്ട് വരും, ഞാൻ കാക്കണ്ട കൊടുത്തോളി, അല്ലെങ്കിൽ നിങ്ങളെ അഡ്രസ് ഉണ്ടാവില്ല, എന്നിട്ട് വരുമ്പോ തിരിച്ചടിച്ചോളി എന്നാണ്. മാത്രല്ല വഅഖ്രിജൂഹും മിൻ ഹൈസു അഖ്റജൂകും, നിങ്ങൾ എങ്ങനെയാണോ അവര് നാട്ടിൽ നിന്ന് പുറത്താക്കുന്നത് അതുപോലെ നിങ്ങളും പുറത്താക്കിക്കോളൂ. കാരണം വൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ, ഈ കുഴപ്പമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് കൊലപാതകത്തെക്കാൾ വലിയ കാഠിന്യമാണ്.
കൊലപാതകത്തെക്കാൾ ഗൗരവമുള്ളത് ഏതാണ്? കുഴപ്പമുണ്ടാക്കുക എന്നുള്ളതാണ്, ഫിത്ന ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഫിത്ന ഉണ്ടാക്കുന്നവരെ നിങ്ങൾ തുരത്തിക്കോളി. പിന്നെ പറഞ്ഞെന്താ? വലാ തുഖാതിലൂഹും ഇൻദൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിന്റെ അരികെ വെച്ച് നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണ്ട. ഹത്താ യുഖാതിലൂക്കും, ഇങ്ങോട്ട് യുദ്ധം ചെയ്താലല്ലാതെ. നമ്മളിപ്പോ ചിലപ്പോ നമ്മളിപ്പോ ഉഹദിന്റെ പിറ്റേ ദിവസം നമുക്ക് ഓലടുത്തേക്ക് പോകേണ്ടി വന്നു. ഓലിങ്ങോട്ട് നമ്മളെ കൊല്ലാൻ വേണ്ടി വരികയാണ്. അപ്പം എന്ത് ചെയ്തു? അങ്ങോട്ടാണ് പോയി നമ്മൾ. അങ്ങനെ ഉണ്ടല്ലോ. എന്നാല് മസ്ജിദുൽ ഹറാമിന്റെ അവിടെ വെച്ച് ഓലിങ്ങോട്ട് തല്ലാൻ വന്ന തന്നെയാണ്. ഓല് തുടങ്ങണ്ട കണ്ടല്ലോ, ഓല് നമ്മളെ തല്ലാൻ വന്ന തന്നെയാണ്. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ശാന്തരായിട്ട് നിൽക്കുകയാണ്. എന്നായിക്കോട്ടെ, ഓലി എപ്പോഴാ തല്ലുന്നത് അപ്പം മതിയെന്ന്. മസ്ജിദുൽ ഹറാമല്ലേ, എന്നാ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണ്ട, അടങ്ങി കണ്ട കൊടുത്തോളൂ. അവിടെ വെച്ച് അവർ നിങ്ങളോട് യുദ്ധം ചെയ്താൽ നിങ്ങൾ തിരിച്ചും ചെയ്തോളൂ. കദാലിക ജസാഉൽ കാഫിരീൻ, സത്യനിഷേധികൾക്കുള്ള ദുന്യാവ് എന്നുള്ള പ്രതിഫലം തന്നെയാണ്. പിന്നെ പറയുന്നത് എന്താ? ഫഇനിന്തഹൗ, അവിടെയാണ് അതും കൂടി ചേർത്തി വായിക്കുമ്പോൾ പൂർത്തിയാവും. ഫഇനിന്തഹൗ, അവർ അതിൽ നിന്ന് വിരമിച്ചാലോ, ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. അതുകൊണ്ടല്ലോ ബദറിൽ അബൂബക്കർ റളിയല്ലാഹുവിന്റെ മോന് നബിനെ വെട്ടാൻ വേണ്ടി വന്നു. പൊതുവെ ശാന്തനാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. പഠിച്ചോനെ, പക്ഷേ അള്ളാന്റെ തിരുദൂതരെ വെട്ടാൻ വേണ്ടി എന്റെ മകനോ വാളുങ്ങിട്ട് ഊരിയിട്ട് എന്റെ മകന്റെ കടുത്ത് ഞാൻ വെട്ടു നബിയാനാണ് ഇറങ്ങി. റസൂൽ കയ്യിനാണ് പിടിച്ചു. അബൂബക്കറിന് വരികയാണ്. വേണ്ടാറ് എന്താ കാരണം എന്നറിയോ? നിബിതങ്ങൾക്ക് അള്ളാഹു തആല സന്ദേശം കൊടുത്തു, അതൊക്കെ ഇങ്ങോട്ട് വരാനുള്ളതാണ്. വെട്ടാണെന്നില്ല. അദ്ദേഹം പിന്നെ അതിന്റെ ഇസ്ലാം സ്വീകരിച്ചു. ഫൈനിന്തഹോ, അവർ പിന്മാറുകയാണ്. ആ പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് പിന്നെ നമ്മൾ പഴയതൊന്നും ചികഞ്ഞ് അന്വേഷിക്കൂല, അള്ളാഹ് പൊറുക്കും. പിന്നെ ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുമ്പോ ആദ്യമൊക്കെ ക്ഷമിച്ച് ലാസ്റ്റ് അനുമതി കൊടുത്തപ്പോൾ അള്ളാഹ് ഇങ്ങനെ പറഞ്ഞു, വഖാതിലൂഹും, അവരോട് നിങ്ങൾ യുദ്ധം ചെയ്തോളൂ. ഹത്താ ലാ തകൂന ഫിത്ന, കുഴപ്പങ്ങൾ പിന്നെ അവശേഷിക്കരുത്. വയകൂനദ്ദീനു ലില്ലാഹ്, മതം അള്ളാഹ്ക്ക് കീഴ്പ്പെട്ടു ഉറപ്പായി എന്ന് പറഞ്ഞാല് നോക്കൂ, ഇസ്ലാം അവിടെയാണ് അതിജയിച്ചു. എന്നാ പിന്നെ നിർത്തിക്കല്, അതുവരെ നടക്കട്ടെ. ഫഇനിന്തഹൗ, ഇനി അള്ളാഹ് പറയാ, ഇനി അവര് അതിൽ നിന്ന് പൂർണ്ണമായിട്ട് വിരമിച്ചാലോ, ഫലാ ഉദ്വാന ഇല്ലാ അലല്ലാലിമീൻ, പിന്നെ അക്രമകാരികളുടെ മേലിലേ ഉള്ളൂ പിന്നെന്ത് നിയമ നടപടികൾ. കാരണം തെറ്റ് തിരുത്തിയ പിന്നെ അതിലെന്തില്ല, പ്രശ്നമില്ല. അപ്പൊ ഇവിടെ ഈ ആയത്ത് ഞാൻ ഉദ്ധരിക്കാൻ കാരണം എന്താ വെച്ചാല്, ഇവിടെ ഇപ്പോ അല്ലാഹു തആല പറഞ്ഞത് വെറുതെ ആക്രമിക്കാനല്ല, ഒരു നിലക്കും രക്ഷയില്ലാത്തതുകൊണ്ടാണ്. അതിപ്പോ ലോകത്ത് എല്ലായിടത്തും എല്ലാവരിലും നടക്കുന്ന ഒരു സംഗതിയാണ്. എന്നിട്ടടിക്കുമ്പോൾ കഴിയുമ്പോലൊക്കെ അങ്ങോട്ട് കൊടുക്കുന്നുള്ളത്. അതന്നെ നമ്മൾ സമാധാനം കാര്യങ്ങളും ആഗ്രഹിക്കുന്നവരായതുകൊണ്ട് നമ്മൾ കൊലപാതകം കാര്യങ്ങൾ പ്രശ്നങ്ങൾ ഇസ്ലാം പരമാവധി ഒഴിവാക്കാനുള്ള നിയമങ്ങളാണ് കൊണ്ടുവന്നത്. അതാണ് ഇവിടെയും പറയുന്നത്. ഇപ്പൊ നോക്കി, നിങ്ങൾ ഈ കൊലപാതകം എത്രമാത്രം പ്രശ്നമാണെന്ന് ഇതിൻ്റെ ഉദാഹരണം പറയാം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ ഖാബീൽ ഹാബീലിനെ കൊല്ലുന്നതിന്റെ മുമ്പ് പക്ഷികള്, പാമ്പുകള്, അതുപോലെ തന്നെ സിംഹം, കടുവ മുതലായ കാട്ടിൽ ആധിപത്യമുള്ള ജീവികൾ, ആക്രമണ സ്വഭാവമുള്ളത്, ചെന്നായ മുതലായ കടിച്ചു കീറുന്ന ജീവികൾ, ഇതൊക്കെ ഒരൊറ്റ സ്ഥലത്ത് ഇങ്ങനെ സമാധാനത്തോടു കൂടെ കഴിഞ്ഞിരുന്നു എന്നാണ്. അങ്ങനെ ഇരുന്ന ആ കാലത്തെ അവസ്ഥ. അപ്പോ ആടുണ്ടാവും, നോക്കൂ, ആടുണ്ടാവും, പുള്ളിമാനുണ്ടാവും, അതേ സ്ഥലത്തന്നെ മേയ്ക്കുന്നുണ്ടാവുമാര്, കാട്ടിൽ ആധിപത്യമുള്ള ഹിംസ്രജന്തുക്കൾ. അതും എന്തില്ലായിരുന്നു, ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കലവില. തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം കോഴിക്കുഞ്ഞും കടുകനും പരുന്തൊക്കെ. ഇന്നൊക്കെ നമ്മൾ കോഴിക്കുഞ്ഞിനെ പരുന്ത് കണ്ടാൽ കൊണ്ടുപോകില്ലേ, ഒരു പ്രശ്നമില്ലായിരുന്നു. അതേപോലെ ഇടജന്തുക്കളും, അതിൻ്റെ ഇടയിൽ മനുഷ്യരുടെ ചെറിയ കുട്ടികളും, പാമ്പിനേറ്റും കളിക്കാൻ പ്രശ്നമില്ല. ഈ കൊലപാതകം നടത്തിയതിന് ശേഷം നോക്കൂ, ഖാബീൽ ആ കൊലപാതകം നടത്തിയതിന് ശേഷം അത് ഗൗരവാണെന്ന് അറിയിക്കാൻ ലോകത്താകെ അതിൻ്റെ പേരിൽ ഒരു പണി പഠിച്ചോണ്ടു. പിന്നെയാണ് പറവകൾക്ക് ആകാശവും, അതുപോലെ തന്നെ വന്യജീവികൾക്ക് പിന്നെ വനമേഖലയും, ഇങ്ങനെ പ്രത്യേകം വകുപ്പാക്കിയാണ് തിരിച്ചു. പിന്നെ ഒക്കെ പ്രശ്നമുള്ളൂ, പല പ്രശ്നങ്ങളുണ്ട്.
ആ രൂപത്തിൽ പിന്നെ വന്ന എന്താ ഇതിന്റെ കാരണം? അത്രക്കും പ്രശ്നമുള്ള കാര്യമാണ് ഈ പിന്നെ കൊലപാതകം എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയത്. അത് മാത്രമല്ല, ഇപ്പൊ പരിശുദ്ധ ഖുർആനിൽ ഞാൻ ഒരായത്തോടെ പിന്നെ ഈ വിഷയത്തിൽ അല്ലാഹു തആല പറയുന്ന ഒരു ഭാഗം 366 പേജിൽ ഫുർഖാൻ സൂറത്തിലെ 68 ആയത്ത് നോക്കി. بسم الله الرحمن الرحيم والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما. ഇത് ഫുർഖാൻ സൂറത്താണല്ലോ. അപ്പോൾ ഇബാദുർ റഹ്മാൻ എന്ന് തുടങ്ങുന്നൊരു ഭാഗമാണ്. റഹ്മാനായ അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകൾ ആരാണ്? അവർക്ക് ചില അടയാളങ്ങളുണ്ട്. ഒന്ന്, അവർ എന്ത് ചെയ്യും? നമ്മൾ ഇന്നാൾ പറഞ്ഞു, അവർ വിനയത്തോടുകൂടെ നടക്കും. വിഡ്ഢികളായ ആളുകൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ, മോശം പരാമർശം നടത്തിയാൽ അവരെന്ത് ചെയ്യും? അവര് അതിന് പ്രതികരിക്കൂല, സമാധാന വാക്ക് പറയും. പിന്നെ അവർ തഹജ്ജുദ് നിസ്കരിക്കും. പിന്നെ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ ദുആർക്കും. പിന്നെ കുടുംബത്തിൽ ചെലവഴിക്കുമ്പോൾ അമിത വ്യയം ഉണ്ടാവില്ല. അമിത വ്യയം അതായത് ദൂർത്തടിക്കൂല, എന്നാൽ പിശുക്കും കാണിക്കൂല. ഒരു മധ്യനിലയിൽ ചെലവാക്കും. ഇതൊക്കെ ഇങ്ങനെ എണ്ണി പറയണം. പിന്നെ അള്ളാഹ് പറയുന്നത് എന്താ അറിയോ? ഒരടയാളം എന്താ? ആരാണ് റഹ്മാനായ അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകൾ? ഓൽക്ക് എണ്ണി പറയാണ്. 12ഓളം കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് പറയുന്നത് എന്താ അറിയോ? അങ്ങനത്തെ ആളുകൾക്ക് ഉലായിക യുജ്സൗനൽ ഗുർഫ, അവർക്ക് ഗുർഫത്തിനെ ഒരു പ്രതിഫലം നൽകുന്നതാണ്. ഗുർഫത്ത് പറഞ്ഞാൽ കൊട്ടാരാണ്. ദുനിയാവിലെ ഏറ്റവും ടോപ്പിലെ ഭവനത്തിനാണ് ഗുർഫ അറിയാം. കൊട്ടാരത്തിന് വിട്ടുകിടന്ന അറേഞ്ച്മെന്റുകൾ. ഇനി അള്ളാഹു സ്വർഗത്തിൽ ഒരുക്കുകയാണെങ്കിലോ ആ കൊട്ടാരത്തിന്റെ മഹത്വം എത്രയായിരിക്കും? അതിനാണ് ഗുർഫ. അത് ആർക്കാണ് കിട്ടാന്നാ പറയുന്നത്? അതാർക്കെ? ഇപ്പൊ കുറച്ച് എണ്ണി നമ്മൾ പറഞ്ഞല്ലോ. പിന്നെ പറയാം, വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, അവർ അള്ളാഹുവിനോട് കൂടെ വേറെ ഇലാഹിനെ സ്ഥാപിക്കില്ല. ഓൽക്ക് വേറെ ദൈവങ്ങളൊന്നും ഉണ്ടാവില്ല. ശിർക്ക് ഉണ്ടാവില്ല. ശിർക്ക് ഒരിക്കലും അവരിൽ എന്ത് ചെയ്യൂല? വരൂല. നമ്മൾ ഈ ശിർക്ക് ചിലതൊക്കെ നമുക്കൊരു തെറ്റുധാരണയായിക്കാറ്. ഒരു പണ്ഡിതനായ ഒരാള് എന്നെ വിളിച്ചു ഈ ആഴ്ച, എൻ്റെ മോന് ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട് ഉസ്താദേ, എന്താ ഞാൻ പറഞ്ഞാൽ പൊന്നന് ഉൾക്കൊള്ളാൻ കഴിയണില്ല, എന്താ ആരോ കൊണ്ടുപോയി പേപ്പിച്ചാണ്. അപ്പൊ എന്നാ ഞാൻ പറഞ്ഞു, ഞങ്ങളോനെ കൊണ്ടുവരികയായിരുന്നു. ആളല്ല പ്രതിഭയാണ് കുട്ടി, ചെറിയ കുട്ടിയല്ല, പെണ്ണിടാനയക്കണ. അപ്പൊ വന്നപ്പോ തന്നെ ഓനെ കണ്ടപ്പോ തന്നെ മനസ്സിലായി ആ താടിന്റെ ഒക്കെ ഒരു ഷൈപ്പൊക്കെ കണ്ടപ്പോളേ അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ ഞാന് പിന്നെ എന്നോട് ഈ ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ കരുതിയ മാർക്കല്ല കേട്ടോ, ഭയങ്കര വശമാണ്. നിങ്ങൾ കൊണ്ടുവരിയതല്ലേ, നമ്മൾ സംസാരിച്ചു നോക്കുക, ഉണ്ടല്ലോ ചികിത്സിക്കാൻ. അത് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, മോനെ ഇതിൽ വാശിയൊന്നും വേണ്ടല്ലേ, നമുക്ക് എല്ലാവർക്കും സ്വർഗത്ത് പോകണം. പിന്നെ നിങ്ങളെ ഇപ്പിയും നിങ്ങളെ വല്യപ്പിയും ഇവലൊന്നും ഇപ്പൊ ശരിയല്ല, ഓലൊക്കെ നരകത്ത് കാണാൻ പോയാലോ, ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് തീർക്കാലോ. അപ്പൊ ആദ്യമായിട്ട് എന്നോട് ചോദിച്ചെന്താ അറിയോ, ഈ നിസ്കാരത്തിന്റെ ശേഷമുള്ള ലാസ്റ്റ് കൂട്ടുപ്രാർത്ഥന ഉണ്ടല്ലോ, അത് റസൂല് ചെയ്തുകൊണ്ടു ചോദിച്ചു. അപ്പൊ ഞാൻ ചോനെ കൂട്ടുപ്രാർത്ഥന അവസാനമാണല്ലോ, ആദ്യം നീയത്തോണ്ടിട്ട് തുടങ്ങണ്ടേ, തക്ബീറൊക്കെ കെട്ടിയിട്ട് അതിന്റെ തെളിവുകളൊക്കെ ഇപ്പൊ റസൂല് ചെയ്തോ ഇല്ലെന്നൊക്കെ ഓക്കെയാണോ ചോദിച്ചു. മോനെ അതിലോൻ ചിരിച്ച, മോനെ നിങ്ങളാരോ തെറ്റിദ്ധരിപ്പിച്ച. ഫൈദ ഫറഗത ഫൻസ്വബ്, വിരമിച്ചാൽ അധ്വാനിക്കണം എന്ന് പറഞ്ഞല്ലോ, വിരമിച്ചാൽ അധ്വാനിക്കണം. അതിന്റെ തഫ്സീർ എന്താ? നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചാൽ, ഞാൻ ശിർക്ക് പറഞ്ഞപ്പോൾ ഒന്ന് പറയാട്ടോ, നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചാൽ ദുആ കൊണ്ട് സജീവമാകണം എന്നാണ് അതിന്റെ ഒരർത്ഥം. അപ്പോ ഓനോട് ചോദിക്കുകയാണ്,
അപ്പോൾ ഉസ്താദ് നിസ്കാരത്തിൽ ഇത് വരക്കണം എന്നല്ലേ, നിസ്കാരത്തിൻ്റെ ശേഷം കൂട്ടായിട്ട് ഞാൻ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നെ തിരിഞ്ഞ് ഇരുന്നിട്ട് പിന്നെ ഭക്ഷണത്തിലും മുദ്ദിലും സോളയിലും ഒക്കെ ബർക്കത്ത് ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾക്ക് ബർക്കത്ത് എണ്ണയായിരുന്നതുമായിരുന്നു. നിസ്കാരത്തിന് ശേഷം സ്വഹാബത്തൊക്കെ ആമീൻ പറഞ്ഞു. അപ്പോൾ ഇതിനോട് സംശയം, അത് ഒരാട്ടല്ലേ ഒരു സുന്നത്ത് സ്ഥിരപ്പെടാൻ അത്ര വേണ്ടിയിരുന്നു ചോദിച്ചാൽ അറിയിട്ടാണേ. പക്ഷെ ഇവരെ ധാരണ എന്താ പറയുക, ശരീഅത്തിന്റെ നിയമങ്ങളൊക്കെ പാടൊക്കെ റെഡിയാക്കിയിട്ട് ഇതാ റസൂലെ പിടിച്ചോളി പറഞ്ഞെടുത്തോളി, അങ്ങനെയല്ല, ഒക്കെ ഘട്ടം ഘട്ടമായിട്ടാണ് വരുന്നത്. മസലകൾ മുഴുവൻ അങ്ങനെയാണ്. 23 കൊല്ലം കൊണ്ടാണ് ഇതൊക്കെ പാടെ പൂർത്തിയാകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ചെയ്യേണ്ട സിസ്റ്റം നബിയുടെ ആദ്യ ഘട്ടത്തിൽ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു പറയാൻ പറ്റില്ല. എല്ലാം അങ്ങനെ തന്നെ. ആദ്യം റുക്കൂന്ന് വരുമ്പോൾ എന്താ പറഞ്ഞിട്ട് അല്ലാഹു അക്ബർ, പിന്നെ സമി അല്ലാഹു ലിമൻ ഹമിദ കുറേ കഴിഞ്ഞിട്ടായതാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. വിശദീകരിച്ച് ഇങ്ങനെ കൊടുത്തപ്പോൾ ആ കുട്ടിക്ക് മനസ്സിലായി. പിന്നെ ഓൻ ആകെയുള്ളൊരു സംശയം എന്താ വെച്ചാൽ ഈ മക്ബറ ഉണ്ടല്ലോ, ഈ മക്ബറകളിൽ എന്തിനാണ് അലങ്കരിക്കേണ്ടതെന്ന് ചോദിച്ചു. മോനെ കഅബ ഷരീഫ് എന്തിനാണ് ഈ സ്വർണത്തിന്റെ നൂല് കൊണ്ടൊക്കെ എന്തിനാണിത് അലങ്കരിച്ചിട്ടുണ്ട്? കഅബന്റെ കില്ല ഇതൊക്കെ വേണോ? അത് തഅ്ലീമാണ് മോനെ, ഞാൻ പറഞ്ഞു, ഇത് തെറ്റിദ്ധാരണയാണ്. അതെന്താണ്? അത് ആദരവ് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ കഅബന്റെ കില്ലക്ക് ഇത്ര ചെലവാക്കണം, അതിൽ ആ ഖുർആന്റെ വചനങ്ങൾക്ക് ഇതിൽ സ്വർണ്ണനൂല് കൊണ്ടും കൂടി കൂട്ടിയിട്ടാണ്. അതാണ്, അതൊക്കെ ഭയങ്കര സംഭവമാണല്ലോ, അതിനായിട്ടൊരു ഫാക്ടറിയാണ്. പിന്നെ ഞാൻ പറഞ്ഞു അതിന്റെ ഏറ്റവും വലിയ തെളിവ് അള്ളാന്റെ തിരുദൂതരുടെ റൗള ഷരീഫിന്റെ മുകളിൽ വിരിയുണ്ട് എന്നുള്ളതാണ്. ഇത് രണ്ടും ഒരു ഫാക്ടറി എന്നുമാണ്. അതിനല്ല തെളിവ്, പറഞ്ഞെന്താ തെളിവുണ്ട്? അത് ആരാധിക്കല്ലേ, അത് ഈ കൺഫ്യൂഷൻ ആകുന്ന ഈ ആദരവും ആരാധനയും കൂടി കൂട്ടുമ്പോഴാണ്. ഹജറുൽ അസ്വദ് മുത്തുന്നത് ഹിന്ദുക്കൾ അവരുടെ ക്ഷേത്രത്തിലുള്ള ചില കല്ലുകളെ കൊണ്ടുണ്ടാക്കിയതുപോലെയാണോ? അല്ലല്ലോ, രണ്ട് വ്യത്യാസമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി, രണ്ട് വ്യത്യാസമല്ലേ? അതിനെ ആദരിക്കുകയാണ് നമ്മൾ. കഅബയെ ആദരിച്ചിട്ടാണ് നമ്മൾ റൗള ഷരീഫിനെ ആദരിച്ചുകൊണ്ടാണ് അത്. അതേപോലെയാണ് നമ്മൾ മക്ബറകളിൽ ജാറങ്ങളിൽ തുണി വിരിക്കുന്നത്. എല്ലാവരും വിരിച്ചണം നമ്മൾ പറയണില്ല, വിരിച്ചേണ്ട പോലെ കുറ്റപ്പെടുത്തും വേണ്ട, നല്ല കാര്യങ്ങളാണ്, ആർക്കും ആകാം, ആർക്കും ആകാം, ബർക്കത്തുള്ള സംഗതിയാണ്. അപ്പൊ അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞ് കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ പിന്നെ ഈ ശിർക്ക്, നമ്മൾ ശിർക്ക് ചെയ്യാത്തവരെ ശിർക്ക് ചെയ്യുന്നു എന്ന് പറയാൻ പാടില്ലല്ലോ. അത് പറയേണ്ടില്ല, ആർക്കും ആത്മാർത്ഥതയില്ല. കാരണം എന്താ, ഇന്ന് അങ്ങനെയൊക്കെ ആരോപണങ്ങൾ എന്നാൽ ലെറ്റർ പേഡ് അടിക്കാനും പിരിക്കാനും നമ്മൾ കുറെ സംഘടനകൾ അല്ലാതെ എന്താ ഉള്ളിലേക്ക് കടന്ന എന്താണ്? കാരണം എന്താ, ഒരു മഹലിൽ ആ മഹലിലെ ഉസ്താദിന്റെ ജുമഴക്ക് ആ ഉസ്താദിന്റെ പിന്തുടരാണ്, നിസ്കരിക്കുകയാണ്. എന്നിട്ട് ആ ഉസ്താദിനോട് ജുമ കഴിഞ്ഞാണ്ട് ഒരാൾ പറയണം, ഉസ്താദ് നിങ്ങൾ ആ ചെയ്യേണ്ടത് ശിർക്കാട്ടോ, സായിബാബന്റെ വീട്ടിൽ നിസ്കരിക്കും പോലല്ലേ? അങ്ങനെയാണോ? അല്ലല്ലോ. അപ്പൊ ഇതൊക്കെ പറയാന്നല്ലാതെ ഞാൻ പറയുന്നത് അതിലൊന്നും ഒരു അർത്ഥമില്ല. അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, തെറ്റിദ്ധാരണകൾ തെറ്റിദ്ധരിച്ചത് ആ ധാരണ നമ്മൾ തിരുത്തുക എന്നുള്ളതാണ്. ആ ധാരണയിൽ തന്നെ ഇങ്ങനെ ഉറച്ചിക്കുമ്പോഴാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഇബ്ലീസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഒരാള് ബിദ്അത്ത് ചെയ്യലാണ്, ഏതല്ല വൻദോഷം ചെയ്യലല്ല. വൻദോഷം ചെയ്ത ഒരാൾ നന്നാകാൻ സാധ്യതയുണ്ട്, ബിദ്അത്ത് ചെയ്യുന്ന ആള് തെറ്റിതിരുത്താൻ സാധ്യത കമ്മിയാണ്. അതിൽ ഉറച്ചു നിൽക്കും. അപ്പൊ അതിന് രേഖ ഉണ്ടാക്കാൻ നോക്കും, അതാണ് പ്രശ്നം. വൻദോഷാണെങ്കിലോ അത് നല്ല ഇസ്തിഗ്ഫാർ ചൊല്ലിയാല് അത് തീരും. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണ്ട. അപ്പോ അല്ലാഹു തആല ഖുർആനിലൂടെ പറയാണ് എന്ത്, യഥാർത്ഥ അടിമകൾ അള്ളാനോട് കൂടെ വേറെ ദൈവങ്ങളെ സ്ഥാപിക്കില്ല. പിന്നെയോ വലാ യഖ്തുലൂനൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അന്യായമായി അല്ലാഹ് നിഷിദ്ധമാക്കിയ ഒരു ശരീരത്തെ അന്യായമായി ഒരാൾ വധിക്കാത്തവനുമാണവന്. അതായത് ഒരാളെ വെറുതെ കൊല്ലുന്നവരത് യഥാർത്ഥ മുഅ്മിനായ ആളെ അടുത്തുന്നുണ്ടാവില്ല. വലാ യസ്നൂന, അടുത്തത് ഒരു വ്യഭിചാരം ചെയ്യുകയുമില്ല. ഫമൻ യഫ്അൽ ദാലിക യൽഖ അസാമാന, ഇനി ആരെങ്കിലും ഇങ്ങനെ ചെയ്താൽ വമ്പം ശിക്ഷ അവന് കിട്ടും. വലിയ തെറ്റാണ്, പാപ്പണം ചെയ്തത് കാരണം.
ഈ കാര്യം തുടർന്ന് അല്ലാഹു തആല പറയാണ്. ഖുർആനിൽ വേറെയും പരാമർശങ്ങളുണ്ട്. അപ്പോൾ കൊലപാതകത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇത് വലിയ പ്രശ്നമാണ്. ഇവിടെ ഹാബീൽ ഇങ്ങനെ ചെയ്തതോടുകൂടെ അതിന്റെ പാപഭാരം ഏൽക്കണം. അപ്പോൾ ഒരാൾ അന്യായമായി മറ്റൊരാളെ കൊന്നുകഴിഞ്ഞാൽ അവൻ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും കൊന്നതുപോലെയാണ്. അവിടെ മൻ ഖതല മുസ്ലിമൻ ബിഗൈരി നഫ്സിൻ എന്നല്ല, മൻ ഖതല നഫ്സൻ, ഒരാളെ ആരും കൊല്ലാൻ പാടില്ല. പിന്നെ ഇന്ന് ഒഴിവ് ആരാണ്? ശത്രുക്കൾ ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുമ്പോൾ. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, അത് നമ്മുടെ രാജ്യത്തൊക്കെ ഉള്ള നിലപാട് തന്നെയാണ്. നമുക്ക് മാത്രമൊന്നുമല്ല, നമ്മൾ കൂടുതൽ സൂക്ഷിക്കുന്നുണ്ട്. ഇനി അത് വേറൊന്നും കൂടി മനസ്സിലാക്കണം. ഏത് കാലത്താണ് യുദ്ധക്കളത്തിൽ പോലും മര്യാദ പാലിക്കണമെന്ന് ഖുർആൻ പറയുന്നത്? ആ കാലത്ത് രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അതിൽ വെറുപ്പുണ്ടെങ്കിൽ അതിലൊരു കൊലപാതകരെത്തി അന്നെന്താ ചെയ്യുക അറിയങ്ങൾ? ഒരു ചെയ്യുന്നൊരു രീതി, ഒരാളോട് വെറുപ്പുണ്ടെങ്കിൽ ഓൻ്റെ കാലിനൊരു കയറിട്ടിട്ട് ഒരു കുതിരമ്മ കെട്ടും, മറ്റേ കാലിനൊരു കയറിട്ടിട്ട് വേറൊരു കുതിരമ്മ കെട്ടും. കുതിരയെ രണ്ട് ദിശയിലേക്ക് ഓടിക്കും. ഇയാളെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചാൽ, ഇങ്ങനത്തെ ക്രൂരത കാണിക്കുന്ന കാലാണ്. ആ കാലത്താണ് ശത്രുക്കൾ ഇങ്ങോട്ട് യുദ്ധത്തിന് വരുമ്പോൾ പോലും കുട്ടികളൊന്നും ചെയ്യരുത്, പെണ്ണുങ്ങളൊന്നും ചെയ്യരുത്, പ്രകൃതി നശിപ്പിക്കരുത്, മരങ്ങൾ വെട്ടരുത്. ഒരു ശത്രു ആരാധനയിൽ മുഴുകുമ്പോൾ ഓൻ എന്ത് ചെയ്യരുത്? ദ്രോഹിക്കരുത്. എത്ര കൃത്യമായിട്ട് പറഞ്ഞു. തൗബ സൂറത്തിൽ പറയുന്നുണ്ട്, തൗബ സൂറത്തിൽ പറയുന്നുണ്ടല്ലോ, നമ്മളങ്ങോട്ട് ആക്രമിക്കാൻ ഇവര് കോപ്പ് കൂട്ടുന്നൊരു സാഹചര്യം വന്നു, നമ്മളോട് ചെയ്ത കരാറ് പോലും ലംഘിച്ചു. അത്തരം ഘട്ടങ്ങളിൽ പോലും ഖുർആൻ പറഞ്ഞത് 4 മാസം കൂടി നിങ്ങൾ കാക്കിയെന്നാണ്. 4 മാസം ഒരു തെറ്റ് തിരുത്തി പോണി പോയിക്കോട്ടെ, അല്ല ഒരു കച്ചറക്കന്നെ ഒരുങ്ങാണ്, പിന്നെ നിങ്ങളാണ് കരാറ് പൊളിച്ചളിയും. നമ്മളോട് വ്യവസ്ഥ ഏതാണ്? നമ്മൾ നല്ല ഐക്യത്തിൽ ജീവിക്കണം, നല്ല നിലക്ക് ജീവിക്കണം. ഓല് ആ കരാറ് പൊളിച്ചിട്ട് ഒരു ശത്രുക്കളെ സഹായിച്ച് കുഴപ്പമുണ്ടാക്കുകയാണ്. അത് അറിയുമ്പോൾ ഖുർആൻ പറയാണ്, എന്ത് നമ്മളോട് കൽപ്പിക്കുകയാണ്, ഒരു 4 മാസം കൂടി നിങ്ങൾ ഒൽക്കത് കൊടുക്കുക, നിങ്ങൾ പൊളിക്കല്ലേ എന്ന്. ഇനി ഒരു അക്ഷരം ഈ കരാറ് പൊളിക്കുക, അത്ര മാന്യത കാട്ടി എന്നുള്ളതാണ്. ഇതൊന്നും അറിയാതെയാണ് ചില ആൾക്കാർ എന്ത് ചെയ്യുക? വിമർശിക്കുക. ഇനി അത് മാത്രമല്ല, അങ്ങനെ തന്നെ ഇപ്പോൾ ഏറ്റവും കത്തിക്കേണ്ട വിഷയം അതപ്പോൾ തട്ടാണ്. നമ്മളങ്ങനെ കളിയാക്കും ചില ആൾക്കാർ. എന്ത് നമ്മളെ കളിയാക്കേണ്ടതെന്ന് വെച്ചാൽ, പിന്നെ നമ്മൾ ഈ ചാക്ക് ധരിക്കാൻ പറയാണ്. സത്യത്തിൽ ഈ ഹിജാബിന്റെ വിഷയത്തിൽ, അതായത് മേൽത്തട്ടം ധരിക്കലും ഈ പർദ്ദ വസ്ത്രം പോലെ, പർദ്ദ എന്ന് പേര് പറയണില്ലെങ്കിലും അതൊക്കെ ധരിക്കാൻ നമ്മളെക്കാൾ നിർക്കർഷിക്കപ്പെട്ടവരുണ്ട്. മാത്രമല്ല പിന്നെ ബൈബിളിൽ ഇതിനെപ്പറ്റി കൃത്യമായിട്ട് പറയുന്നുണ്ട്. എൻ്റെ അടുത്ത് 2 ബൈബിളുണ്ട്. ഒന്ന് ഞാൻ വാങ്ങിയതുമാണ്, ഒന്ന് ഒരാൾ ഫ്രീ ആയിട്ട് തന്നത്. അയാൾക്ക് ഫ്രീ ആയിട്ട് ഒരു ക്രൈസ്തവ സഹോദരൻ കൊടുത്താണ്. അയാൾ ഞാൻ ദത്ത കാട്ടേണ്ടി വെച്ചാണ്ട് എൻ്റെ തോന്നാണ് തന്നല്ലേ അറിഞ്ഞോ. ഇങ്ങനെ ഇടങ്ങേറേണ്ട, നമുക്കത് വലിയ ഉപകാരമായിരിക്കും. ഇങ്ങനത്തെ വിവാദങ്ങളൊക്കെ വരുമ്പോൾ പോലെ എന്താ പറയേണ്ട അറിയാലോ. ഇന്നത്തെ ഇവർ ഉപയോഗിക്കുന്ന ബൈബിളിൽ അതിൽ അപ്പോസ്തലന്മാരുടെ അതിൽ പിന്നെ വിശുദ്ധ പൗലോസിന്റെ ലേഖനങ്ങൾ എന്ന് പറഞ്ഞ് ഒരിക്കൽ വളരെ പൗലോസ് വളരെ വിലപ്പെട്ട ആളാണ്. പൗലോസിന്റെ ലേഖനങ്ങൾ 1-ാം ലേഖനം 2 തന്നിട്ടുണ്ട്. അതിൽ 1-ാം ലേഖനത്തിലെ 11-ാം അധ്യായത്തിലെ 5-6 വചനങ്ങൾ, അതിൽ ഇതിന് ഈ ശിരോവസ്ത്രത്തെ പറ്റി കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞാനത് ഫോട്ടോ എടുത്ത് ഞാൻ അന്ന് വായിക്കാം. ഒക്കെ ഇവിടെ എഴുതി കൊണ്ടുണ്ടല്ലോ, എഴുതിയിട്ട് സാധനം നമ്മളെ കയ്യിലുണ്ട്. ഇതെന്തിനാ പറയണ്ടറിയാം? നമ്മൾ വിഷയം പഠിക്കാൻ വേണ്ടി പറയാം കേട്ടോ. നമ്മൾ വെറുതെ പറയല്ല എന്നുള്ളതിന് കൃത്യമായിട്ട് ഞാനൊന്ന് വായിച്ചു തരാം. ആ 11-ാം അധ്യായത്തിലെ പിന്നെ 5-6 വചനങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. മൂടുപടമില്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീയും തൻ്റെ തലയെ അപമാനിച്ചിരിക്കുന്നു. അത് അവൾ ക്ഷൗരം ചെയ്യിച്ചത് പോലെയല്ലോ. ഓരോരോ ശൈലിയാണത്. സ്ത്രീ മൂടുപടമിടുന്നില്ലെങ്കിൽ മുടി കത്രിച്ചു കളയട്ടെ. കത്രിക്കുന്നതോ ക്ഷൗരം ചെയ്യുന്നതോ സ്ത്രീക്ക് ലജ്ജയെങ്കിൽ മൂടുപടം ധരിച്ചു കൊള്ളട്ടെ. അതായത് ബൈബിളിൽ ഇവർ പറയുന്നത്, ശിരോവസ്ത്രമില്ലെങ്കിൽ ഒന്നുകിൽ മൊട്ടടിക്കുക, ക്ഷൗരം ചെയ്യുക, അല്ലെങ്കിൽ കത്രിക്കുക, വെട്ടുക. അതിന് രണ്ടിനും ലജ്ജയാണോ? എന്നാ പിന്നെ എന്ത് ചെയ്തോളി, ക്ഷൗരം ചെയ്യാൻ പറ്റ കളിയാ, മുടി പറ്റ കളിയാ, അല്ലെങ്കിൽ വെട്ടുക. നമ്മളല്ല പിന്നെ വരണ്ട കേട്ടോ, മിഷീൻ വെച്ചാൽ മതി, അറിയില്ല കുട്ടികളൊക്കെ ചിലപ്പോ എന്ന്
ഇനി അതിന് രണ്ടിനും ലജ്ജയാണെങ്കിൽ എന്ത് ചെയ്യട്ടെ, ശിരസ് മറക്കട്ടെ എന്നാണ്. ഇനി അതിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ ഇത് സംബന്ധമായി കുറേ വിശദീകരണങ്ങൾ തന്നെ ഉണ്ട്. ഖുർആൻ പറയുന്ന ഹിജാബ് ഇല്ലെങ്കിൽ പിന്നെ പെണ്ണിന്റെ തല മൊട്ടടിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. ഒരിക്കൽ നാളെ പഠിച്ചം കൊടുക്കുക വൈകിട്ടുള്ള ഈ ഖുർആനിൽ നമ്മളൊരു വിഷയം വരുമ്പോൾ നമ്മൾ പഠിക്കാൻ വേണ്ടി പറയാണ്. ഖുർആനിൽ ആയത്തുൽ ഹിജാബ് എന്ന് പറയുന്ന ആയത്ത് തന്നെ ഉണ്ട്. ഏതാ? ഞാൻ എടുത്തരാം. ആയത്തുൽ ഹിജാബ് പറഞ്ഞാൽ ഹിജാബിന്റെ ആയത്ത് എന്നാണ്. അതോടുകൂടെയാണ് ഇത് പാസ്സാകുന്നത്. ഹിജാബ് പറഞ്ഞാൽ മറ, അതുപോലെ തന്നെ മഫ്തക്ക് ഹിജാബ് അറിയും, പർദ്ദക്ക് ഹിജാബ് അറിയും, മൂട്, പിന്നെ ഈ ഇത് ശിരോവസ്ത്രത്തിന് ഹിജാബ്, അങ്ങനെ പിന്നെ മഫ്ത നമ്മൾ പറയും. എല്ലാത്തിനും ഹിജാബ്. ഹിജാബ് വിശാലമായ ഇത് ഉൾക്കൊള്ളുന്നൊരു വാക്കാണ്. ഇത് എവിടെ കിടക്കേണ്ട കാര്യങ്ങൾ? അഹിസാബ് സൂറത്തുൽ അഹിസാബ്, യാസീന്റെ മുകളിൽ. നമ്മളെ കാര്യങ്ങൾ നമ്മൾ അറിയണേ, മറുപടി കൊടുക്കേണ്ടി നമ്മൾ മറുപടി കൊടുക്കണം. സൂറത്തുൽ അഹ്സാബിലെ 5:3 പേജ് 425. സഹോദരിമാർ നല്ലോണം ശ്രദ്ധിക്കുക. ഈ വിഷയട്ടാ നിങ്ങളോട് ബന്ധപ്പെട്ടൊരു വിഷയമാണ്. ഇനി നിങ്ങളെ പെരയിൽ ഹിജാബ് ഇടാത്തോലുണ്ടെങ്കിൽ ഇന്ന് മുതലിടണം. അത്രക്കും ഗൗരവമുള്ള കാര്യമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ നബി ഇല്ലാ അൻ യുഅ്ദന ലക്കും ഇലാ തുആമിൻ ഗൈറ നാദിരീന ഇനാഹു വലാകിൻ ഇദാ ദുഈതും ഫദ്ഖുലൂ فإذا طعمتم فانتشروا ولا مستأنسين لحديث إن ذلكم كان يؤذي النبي فيستحيي منكم والله لا يستحيي من الحق وإذا سألتموهن متاعا فاسألوهن من وراء حجاب ذلكم أطهر لقلوبكم وقلوبهم وما كان لكم أن تؤذوا رسول الله ولا أن تنكحوا أزواجه من بعده أبدا إن ذلكم كان عند الله عظيما. ഇതാണ് ആയത്തുൽ ഹിജാബ് അറിയേണ്ടത്. ഇത് അറിഞ്ഞാണ്ടായ കാരണം സൈനബ ബീവിയെ നബിതങ്ങൾ കല്യാണം ചെയ്ത ദിവസം കുറച്ച് ആൾക്കാരൊക്കെ വീട്ടിക്ക് ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. ചെറിയൊരു പരിപാടി. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറേ സഹാബിമാരൊക്കെ പോയി. 2-3 സഹാബിമാർ അവിടെ തന്നെ വർത്താനം പറഞ്ഞിരുന്നു. കാരണം എന്താ വെച്ചാൽ അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സൈനബാബിനെ നോക്കുന്നുണ്ട്. ആ പുതിയ തിരക്കടില്ല എന്നുള്ള ആൾക്ക് കുഴപ്പമില്ല, അത് കാണല് വിലക്ക് വന്നിട്ടില്ല. ഈ ആയത്തോടുകൂടെ ഹിജാബൊക്കെ പിന്നെ വരുന്നുണ്ട്. അതുപോലെ അവിടെ ഇങ്ങനെ ഇരുന്നു. അപ്പൊ നബിതങ്ങൾക്ക് ഇങ്ങനെ തോന്നി, ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്താ ഒരു പോകാട്ട്. അങ്ങനെയുണ്ടല്ലോ, നമ്മൾ കണ്ടറിയാറുന്നൊരു സംഗതിയുണ്ട്. അതുപോലെ അവിടെ തന്നെ ഇരുന്നു. അപ്പൊ നബിതങ്ങൾ എന്ത് ചെയ്തു അറിയോ? നബിതങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എന്നിട്ടേലും പോയിക്കോട്ടെ എഴുതിയിട്ട്. നമ്മളുണ്ടല്ലോ പാറയിലൊക്കെ അല്ലേ, ചിലപ്പോൾ ഗസ്റ്റുകളൊക്കെ വന്നേക്കാം, നമുക്ക് അർജന്റ് ഉണ്ടാവും. അപ്പൊ നമ്മൾ വാച്ചിക്കൊന്ന് നോക്കിയാൽ അയിമെന്ന് ഒരു കാര്യം മനസ്സിലാക്കണം. ശരിക്കും എന്തെങ്കിലും വാച്ചിന് എന്തെങ്കിലും കേടുണ്ടോന്നാ? അല്ലല്ലോ, ഫോട്ടോ അങ്ങനെയല്ലല്ലോ മനസ്സിലാക്കണ്ടല്ലേ. എന്തോ തിരക്കുണ്ടെന്ന് മനസ്സിലാക്കണം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? അവിടെ തന്നെ ഇറങ്ങിപ്പോയി. എന്നിട്ട് ആയിഷാവിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വന്ന് വീട്ടിൽ വന്നപ്പോൾ വരും വർത്താനം. അവിടെ ഈ ഹോട്ടലിലൊക്കെ ഉണ്ടാവേ ആൾക്കാർ ഇങ്ങനെ കാത്തു കേൾക്കാറ് സീറ്റിന് പോലെ നീച്ചരക്കാറിയാണ് ഉച്ചക്കൊക്കെ ചില ഹോട്ടലിൽ. അപ്പോൾ ചിലരുണ്ടാവും അങ്ങനെ കുട്ടികൾ പോലും ചിലപ്പോൾ ആകെ ഒരു പഴംപൊരിയും ചായക്കാരെടുത്തിരിക്കുക. ഓല് സ്ഥല കച്ചവടം അവിടെ ചേർത്തിട്ടുണ്ടാവും. മറ്റേ കാര്യം, ആ കാര്യം, തീർക്കേണ്ട കാര്യം, കൂട്ടേണ്ട കാര്യം, നിക്കാഹിൻ്റെ കാര്യം. ഹോട്ടലുകാരെ പറഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നക്കാരൻ കച്ചവടം മുടക്കം നടന്ന്. അപ്പോൾ കണ്ടറിയേണ്ട വേറെ കല്യാണത്തിനൊക്കെ അങ്ങനെ ഉണ്ടാവും.
ഒരു കൂട്ടർ നീച്ചിട്ട് വേണ്ടി അവിടെ മറ്റവർക്ക് ഇരിക്കാൻ ഇവലങ്ങനെ വർത്താനം പറഞ്ഞ് ഇരിക്കും. ഇടക്കിടക്കൊരു കോരിയിടും ചോദിച്ചു. അപ്പം പിന്നെ അവിടെ നമ്മളെന്ത് ചെയ്താൽ മതിയോ? ആ വീട്ടുകാർക്ക് പറയാൻ മടിയാ. കാരണം നമ്മൾ ചെങ്ങായിമാർ പോയി കണ്ട് ചെവിയിൽ പറയാം, ഉസറ് പുളിയുടെ ഇരപ്പാനക്ക് നീച്ച് പോയിക്കോളി പറയാം. അതേ മാർഗമുള്ളതിന് തന്നെ നമ്മൾ തമ്മിൽ പറഞ്ഞാൽ മതി. തമാശ അറിയല്ല. ഇവരിങ്ങനെ പെണ്ണുങ്ങളൊക്കെ നമ്മൾ ആണുങ്ങളത് കഴിഞ്ഞിട്ട് വേണ്ടി ഒരു പെണ്ണുങ്ങൾക്ക് ഇരിക്കാൻ. അറ്റങ്ങൾ ആണെങ്കിൽ നേരത്തെ വരും ചോദിച്ചു. എന്നിട്ട് ഇവലൊന്ന് 3 മണിയാകും ഓൽക്ക് 2 ഒറ്റ കിട്ടണമെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണ്ടേ? ഈ കണ്ടറിയാറുണ്ട് തിരിച്ചറിവ് വിവരം ഉണ്ടായിട്ട് കാര്യമല്ലോ. ഇപ്പം ഹിജാബിന്റെ വിഷയം ഉണ്ടായപ്പോൾ ഒരു IAS ഓഫീസർ, ഒരു IAS ഓഫീസറാണ് മൂപ്പര്. അയാൾ പറഞ്ഞെന്താ അറിയോ? ഇനിയിപ്പോൾ ഒരു ജൈനമതത്തിൽപ്പെട്ട ഒരാൾ തീരെ വസ്ത്രം എടുക്കാതെ, ഓല മതത്തിൽ അങ്ങനെ ഒരു ഇതുണ്ട്, തീരെ നൂല് പോലും ഇല്ലാതെ, ഓരോ ആചാരല്ലേ, അങ്ങനത്തെ ഒരു കുട്ടി സ്കൂൾ വന്നാൽ എന്താ ചെയ്യാം? ഇത് മൊത്തം അനുവദിക്കാൻ പറ്റില്ല എന്നാണ് ഇയാൾ പറയുന്നത്. ഇനി LKG കുട്ടി മറുപടി കൊടുക്കും. എന്താ കാരണം? ഈ ഓഫീസർക്ക് വലിയ വിവരം. അങ്ങോട്ട് പെരും ചോദ്യം, ഒരു ജൈനമതക്കാരൻ ഇങ്ങനെ വന്നാൽ എന്താ ചെയ്യാം? അതൊക്കെ അനുവദിക്കാൻ പറ്റുമോ? അവിടെ അനുവദിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ജൈനമതത്തിൽപ്പെട്ട ഒരു അധ്യാപിക ഒരു നൂല് പോലും ഇല്ലാതെ വരല് നടക്കൂലട്ടോ എന്ന് എങ്ങനെ ഉണ്ടോ? അത് പ്രശ്നമല്ലേ? അത്രേ നമ്മൾ പറയണുള്ളൂ. തട്ടിടാണ്ട് തട്ടിടാൻ പാടില്ല എന്ന് ഇവിടെ പറഞ്ഞു. അത് വലിയ ഗുരുതരമായ പ്രശ്നമാണ്. അപ്പോൾ ഞാൻ അത് പറയാം, നമ്മൾ കണ്ടറിയണല്ലോ, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയണം. ഇവിടെ ഇവരെന്ത് ചെയ്തു അറിയോ? ഒരു വിലക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിൽ നിവിധങ്ങൾ മനസ്സിൽ കരുതി, ഞാൻ അവിടെയൊക്കെ പോയി വന്നിട്ട് ഇവർ പോയിട്ടില്ലല്ലോ. എനിക്കൊരു വിഷമം. അതിലുള്ള ഉടനായത്തിരക്കാണ്. അത് ഹിജാബിന്റെ ആയത്തും കൂടിയായി. അത് ഹിജാബിന്റെ ആയത്ത്. അതിൽ പറയുന്നത് നോക്കി ഞാൻ അർത്ഥം വെക്കാം. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തദ്ഖുലൂ ബുയൂതൻ നബി, നിങ്ങൾ അള്ളാന്റെ തിരുദൂതരുടെ നബിയുടെ വീട്ടിലേക്ക് നിങ്ങൾ പ്രവേശിക്കരുത്. ഇല്ലാ അൻ യുഅ്ദന ലക്കും ഇലാ ത്വആം, ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിങ്ങൾക്ക് അനുമതി ലഭിച്ചാലല്ലാതെ. ഭക്ഷണം കഴിക്കാനൊക്കെ നിങ്ങൾക്ക് അനുമതി കിട്ടിയാൽ നിങ്ങൾ നബിന്റെ വീട്ടിലേക്ക് പോയിക്കോളി. പക്ഷേ ഗൈറ നാദിരീന ഇനാഹ്, പക്ഷേ ഭക്ഷണത്തിന് വേവായോ ഇല്ലേ എന്നൊക്കെ നോക്കിയിട്ട് നേരത്തെ പോയി അവിടെ ചുറ്റും പറ്റി നിൽക്കരുത്. ആയാ ചെല്ലുക, അങ്ങനെ ഉണ്ടല്ലോ. വലാകിൻ ഇദാ ദുഈതും ഫദ്ഖുലൂ, നിങ്ങൾ ക്ഷണിക്കപ്പെട്ടാൽ പോയിക്കോളൂ. ഫഇദാ തുഇംതും ഫന്തശിറൂ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വേഗം അവിടുന്ന് പിരിഞ്ഞു പോകണം. വലാ മുസ്തഅ്നിസീന ലിഹദീസ്, ഒരിക്കലും നേരം പോക്കിന് വേണ്ടി അവിടെ സംസാരിച്ചിരിക്കരുത്. ഇന്നദാലികും കാന യുഅ്ദിൻ നബി, അത് തീർച്ചയായിട്ടും അത് അള്ളാന്റെ തിരുദൂതരെ പ്രയാസപ്പെടുത്തലാണത്. ഫയസ്തഹീ മിൻകും, നിങ്ങളോട് ആ കാര്യം പറയാൻ റസൂലിന് ലജ്ജ ഉണ്ടാവും. വല്ലാഹു ലാ യസ്തഹീ മിനൽ ഹഖ്, സത്യം പറയാൻ അള്ളാഹ്ക്ക് ഒരു ലജ്ജയില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓൽക്ക് പറയാൻ ലജ്ജയൊക്കെ ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യുക? പറയാം. ബന്ധത്തിന്റെ മേലിൽ പറഞ്ഞാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ പറയണ്ടട്ടോ. അതെല്ലാവരോടും ചെവിയിൽ പറയാൻ പറ്റൂലേ? എന്നിട്ട് പോകാൻ ചോറുന്നതിന്റെ കൈ കൊണ്ട് നമ്മളെ മുഖത്തടിച്ചു, എന്നിട്ട് പിന്നെ കലാപഭൂമിയാവും. അതൊക്കെ നമ്മൾ ബന്ധത്തിന്റെ പേരിൽ പറയാം. അപ്പോൾ ഓനും തന്നെ മനസ്സിലാവും ക്ഷേത്രത്തിലായി ഇത് നമ്മളും ശ്രദ്ധിക്കേണ്ടതല്ലേ. അപ്പോൾ ഇത് പഠിക്കൊള്ളല്ലോ. ഇനിയാണ് അവിടെ വിഷയം കേട്ടോ. ഹിജാബിന്റെ വിഷയം വരുന്നത് ഇവിടെയാണ്. വഇദാ സഅൽതുമൂഹുന്ന മതാഅ, നിങ്ങൾ നബിയുടെ ഭാര്യമാരോട് എന്തെങ്കിലും വിഭവങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്, മറയുടെ ഇപ്പുറത്ത് വെച്ച് ചോദിച്ചോളൂ ആണ് ഈ ഹിജാബിന്റെ ആയത്തുണ്ട്. മറ, ഹിജാബ് പറഞ്ഞ മറ. ഇതോടുകൂടെ എന്തായി? ഈ പരസ്പരമുള്ള ദർശനമുണ്ടല്ലോ, അതിൽ വിലക്ക് വന്നു. ദാലികും അത്ഹറു ലിഖുലൂബികും, ആദ്യം സഹാബത്തിനോടാ പറയേണ്ടത്. നിങ്ങളുടെ ഹൃദയത്തിന് വിശുദ്ധി വരാൻ ഏറ്റവും നല്ലത് അതാണ്. വഖുലൂബിഹിന്ന, നബിയുടെ ഭാര്യമാർക്കും. ഇനി നമുക്ക് ആദ്യം പറഞ്ഞ് ആണുങ്ങൾക്ക്, വഖുലൂബിഹിന്ന പെണ്ണുങ്ങൾക്ക്. രണ്ട് കൂട്ടരുടെയും ഹൃദയത്തിൽ വിശുദ്ധി വരാന് ഈ അന്യ ആണും പെണ്ണും പരസ്പരം കാണലും മറ്റും അത് ഒഴിവാക്കുകയാണ് വേണ്ടത്. വമാ കാന ലക്കും അൻ തുഉദൂ റസൂലല്ലാഹ്, നബിന്റെ വീട്ടിൽ കുറച്ചധികം സമയം ഒരു ചെലവഴിച്ച നബിക്കത് അരോചകായി, സന്ദർഭം നോക്കാതായതുകൊണ്ട്.
റസൂലുള്ളാഹിനെ ബുദ്ധിമുട്ടാക്കുക എന്നുള്ളത് ഒട്ടും യോജിച്ചതല്ല. വലാ അൻ തൻകിഹു അസ്വാജ, വേറെ നിയമം കൂടി പറയാണ്, നബിയുടെ ഭാര്യമാരെ നിങ്ങൾക്കൊരിക്കലും വിവാഹം കഴിക്കാൻ പറ്റൂല. മിൻ ബഅദിഹി അബദാ, നബിന്റെ ശേഷം ഒരു കാലത്തും ഒരു ഭർത്താവ് മരിച്ച പെണ്ണിനെ വേറെ ആൾക്ക് കല്യാണം കഴിക്കാം. പക്ഷെ റസൂലുള്ളാഹിന്റെ ശേഷം റസൂലുള്ളാഹിന്റെ ഭാര്യമാരെ ആർക്കും കല്യാണം കഴിക്കാൻ പറ്റൂല. ഇന്ന ദാലികും കാന ഇൻദല്ലാഹി അളീമാ, തീർച്ചയായിട്ടും അത് അള്ളാഹുവിൻ്റെ അരികെ ഗുരുതരമായ വിഷയമാണ്. ഇതാണിപ്പോൾ ഇജാബിൻ്റെ ആയത്ത് കേട്ടോ. ഇനി ഇതിനൊരു പൂർണ്ണത ഏതാര്യങ്ങൾ നേരെ ഇപ്പുറത്തെ പേജ് നോക്കി 59-ാമത്തെ ആയത്ത്, അതും കൂടി അത് നോക്കി, അപ്പോഴാണ് വിഷയം പൂർത്തിയാകുന്നത്. യാ അയ്യുഹൻ നബി ഖുൽ ലി അസ്വാജിക വ ബനാതിക വനിസാഇൽ മുഅ്മിനീൻ യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ ذلك أدنى أن يعرفن فلا يؤذين وكان الله غفورا رحيما. അല്ലാഹു പറയാണ്, യാ അയ്യുഹൻ നബി, ഓ നബിയേ, ഖുൽ ലി അസ്വാജിക്, അങ്ങയുടെ ഭാര്യമാരോട് പറഞ്ഞോളൂ, വബനാതിക്, അങ്ങയുടെ പെൺകുട്ടികളോടും, വനിസായിൽ മുഅ്മിനീൻ, ഈമാനുള്ള പെണ്ണുങ്ങളോട്, അവരോട് പറഞ്ഞിട്ട് കാര്യമുള്ളൂ, മുസ്ലിം സ്ത്രീകളോട് പറഞ്ഞോളൂ, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ, അവരവരുടെ മൂടുപുടവയെ താഴ്ത്തിയിടട്ടെ. ദാലിക അദ്നാ അൻ യുറഫ്, അവർ അറിയപ്പെടാൻ ഏറ്റവും നല്ലത് അതാണ്. ഫലാ യുഅ്ദൈൻ, ശല്യം ചെയ്യപ്പെടാതിരിക്കാനും നല്ലത് അതാണ്. വകാനല്ലാഹു ഗഫൂറർ റഹീമാ, അല്ലാഹു ഏറെ പൊറുക്കുന്നവനാണ്, കാരുണ്യവാനാണ്. നോക്കി നിങ്ങൾ, ഈ ശിരസ് മറക്കണം, ശിരോവസ്ത്രം വേണം, അത് സുന്നത്തല്ലട്ടോ, ആ കൽപ്പന നിർബന്ധമായ കൽപ്പനയാണ്. അതിന് മാന്യമായ വേഷം സ്ത്രീക്ക് പുരുഷനേക്കാൾ ശ്രദ്ധിക്കണം എന്ന് പറയാനുള്ള കാരണം ഖുർആൻ പറയാണ്, അവര് ഒരു പാതിവർത്യമുള്ള ഒരു പെണ്ണ്, നല്ല പവിത്രതയുള്ള പതിവ്രതയായ ഒരു പെണ്ണാണെന്ന് അറിയപ്പെടാനും ശല്യം ചെയ്യപ്പെടാതിരിക്കാനാണ്. അതാണ് ഇപ്പൊ 19-18 വയസ്സായ 2 കുട്ടികൾ കഴിഞ്ഞ തിങ്കളാഴ്ച ഒരു സ്ഥലത്തുനിന്ന്, നമ്മൾ അറിയുന്നൊരു സ്ഥലത്തുനിന്ന് പോയി. +2 പഠിക്കുന്ന കുട്ടികളാണ്. ഒരു പരസ്പരം പ്രേമിച്ചു കണ്ട് നാടുട്ടാണ്. എത്താവ കുട്ടികളെ കഥ. ആ കുട്ടിനെ എനിക്കറിയാം, ഫാമിലിനെ. ആ കുട്ടിക്ക് മീശയും കൂടി ഇല്ല, വന്നിട്ടില്ല, കാര്യമായിട്ട് മീശ പോലും വളച്ചിട്ടില്ല. ഓനാണ് കുട്ടീനെ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ആള് വളവന്മാരാണ്, മീശ വേണമെന്നില്ലല്ലോ, കാരണം മൊബൈലും ഓണാക്കണില്ല. പോലീസ് സ്റ്റേഷൻ ഇവരിത് മൊബൈലൊന്നും ഓണാക്കിയാലല്ലേ ഇവർ എവിടെയെന്ന് അറിയാൻ അങ്ങനെ അന്വേഷിക്കാൻ പറ്റുള്ളൂ. അവസാനം മൊബൈൽ ഓണാക്കിയത് കോയമ്പത്തൂരിനാണ്. അവസാനം പിന്നെ പോലീസ് ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യം എന്താ അറിയോ, നമ്മളിപ്പോൾ അതിൽപ്പെട്ട ഉത്തരവാദപ്പെട്ട ആളിനോട് പറയാം, പോലീസുമായി സംസാരിച്ച് നമ്മളെന്താ പറയാ, ഭയങ്കര സ്വാതന്ത്ര്യമാണ്, പെണ്ണിനെ എവിടെയും പോകാലോ എന്നാ. പക്ഷെ ഓഫീസർ പറഞ്ഞെന്താ അറിയോ, ഇവർ ഈ രൂപത്തിൽ പോവുക, എന്നിട്ട് അവിടെയൊക്കെ വലിയ സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ ഒക്കെ ഇരുന്നാലേ ഒറ്റടിക്കാരൻ തലക്കാണിന് മറ്റോളം കൊണ്ടാണ് പോകും, പിച്ച് ചീന്തപ്പെടും, ഒരു സുരക്ഷിതത്വമില്ല. ഏതെല്ലാം കിട്ടിട്ടോ, കുട്ടികളെ കിട്ടി, അത് വേറെ കാര്യം. ഞാൻ പറയുന്നത് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പെണ്ണൊരു ബർമൂടി, ഒരു ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ഒരു ചെറുപ്പക്കാരി പെണ്ണ് റോട്ടിലേക്ക് ഇറങ്ങി നടക്കാൻ തീരുമാനിച്ചാൽ ശല്യം ഉണ്ടാവും എന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരു തർക്കമില്ല. എന്നാൽ മാന്യമായ വേഷം ധരിച്ച് അച്ചടക്കത്തോട് പോകുന്നൊരു പെണ്ണിനെ ശല്യം ചെയ്യാൻ അധികം ആൾക്കാരും വരൂല. ഖുർആൻ തന്നെ പറയാണ്. അപ്പോൾ അതിന് യോജിച്ച വേഷം അതാണെന്നാണ്. അതാണ് നമ്മളെ മതത്തിൽ ആ കാര്യത്തിൽ കർശന നിയമമാണ്. ചില ആൾക്കാരെ ധാരണ നിസ്കാരം പോലുള്ള കർശനം ഇല്ലാന്നാ. മറ്റുള്ളവർ അങ്ങനെ മനസ്സിലാക്കി. ഇപ്പൊ ചാനൽ ചർച്ചകളിലൊക്കെ വലിയ സാമൂഹ്യ നിരീക്ഷകന്മാരുണ്ട്. ആകാശഭൂമികൾക്കിടയിൽ ഓൽക്ക് തിരിയാത്തൊരു വിഷയം ഇല്ലാന്ന് ഓര് വരുത്തി തീർക്കും. ഓരിങ്ങനെ ആ ചർച്ചയിലൊക്കെ ഇരിക്കുമ്പോൾ ആ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ തന്നെ അറിയാം, ആ ഭാവം കണ്ടാൽ തന്നെ അറിയാം ഇവർക്ക് എല്ലാം തിരിയുന്നുള്ള ഉറപ്പിലായിരിക്കുന്നത്. അങ്ങനെ ഒരുത്തൻ്റെ ഒരു പണിക്കര് അയാള് പറഞ്ഞത് ഇസ്ലാമില് ഈ മഫ്ത എന്നുള്ളത് അതൊരു അവിഭാജ്യ ഘടകമല്ലെന്ന സമസ്തന്റെ സെക്രട്ടറിയാണ്. ഓൻ പറയാൻ മസല ഇസ്ലാമിൽ അവിഭാജ്യ ഘടകം അയാൾ പറഞ്ഞിട്ടോ. ഏതൊക്കെ? ഒന്ന്, അള്ളാഹുവിലുള്ള വിശ്വാസം, രണ്ടാമത്തത് നമസ്കാരം, മൂന്നാമത്തത് നൊയിമ്പ്. റമളാനിലെ നോമ്പിനെ പറ്റിയാണ് പറയുന്നത്, നൊയിമ്പ്. പിന്നെ ചക്കാത്ത്. ഇതൊന്നും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ 4 എണ്ണം പറയാൻ അറിയാത്തവനാണ് നമ്മളെ മസല അറിയാൻ വന്നത്. വേറെ പണിയോ ഈ കൂടെ ഇത് പറയാൻ നമ്മളിവിടെ അല്ലേ.
എന്താ അവരൊക്കെ ഒരു സന്തോഷം എന്നറിയാം ഞങ്ങൾ, അതൊരു സന്തോഷം എന്നറിയാം. അതിലേറെ വലിയ തമാശയാണ് ഇപ്പോൾ ഈ ഒരു കുട്ടി, ഒരു പെൺകുട്ടി ഹിജാബ് ഇട്ട് പോയതുള്ള വിവാദം കണ്ടാൽ ആ കുട്ടി തലയിലൊരു ബോംബ് വെച്ച് പോയ മരിക്കണം തന്നെ. ആ സ്ഥാപനത്തിന്റെ PTA പ്രസിഡന്റൊക്കെ സംസാരിക്കേണ്ട വീരപ്പന്റെ അഞ്ജനാണിരുന്നു. എല്ലാം കൊണ്ടും എന്താ അറിയോ സംഭവം, എന്തിപ്പോഴും സംഭവിച്ചത് എന്താ ഒരു കുട്ടി തട്ടട്ടാല്. ഇവിടെ നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ അല്ലേ, ഇപ്പൊ ഞാൻ സ്ഥിരമായിട്ട് ക്ലാസ്സിന് പോകുന്ന നമ്മളെ ചില സ്ഥാപനങ്ങളുണ്ട്, അതിൽ സ്കൂളുണ്ട്, സ്ഥാപനങ്ങളിൽ അതിൽ നമ്മളതിന് കുറേ റൂൾസുകളുണ്ട്. നമ്മളെ കുട്ടികൾ ശിരോവസ്ത്രം വേണം എന്നുള്ളതാണ് മഫ്ത. പക്ഷെ അവിടെ പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട്, ആ മുസ്ലിങ്ങൾ ഓലെ വേഷത്തിലാ വരണ്ട്. യൂണിഫോം എല്ലാവർക്കും ഒരുപോലെ ഒരു തലമറക്കണില്ലല്ലോ. നമ്മളവിടെ നിയമം വെച്ച് അങ്ങനെ ഉണ്ടാവും, തലമറക്കാൻ പാടില്ല, തലമറക്കണം, നെറ്റിയിൽ കുറി പാടില്ല, സിന്ദൂരടാൻ പാടില്ല, രക്ഷാബന്ധ് കെട്ടാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ നിയമം വെച്ച് അങ്ങനെ ഉണ്ടാവും. ഇതേപോലെ തന്നെ അല്ലേ നമ്മൾ പർദ്ദട്ട് കാണ്ട് നിക്കാബിട്ട് പോകണം എന്നാണോ പറഞ്ഞത്? അല്ലല്ലോ, യൂണിഫോമിൽ. എന്നിട്ട് പിന്നെ പ്രിൻസിപ്പാളുടെ ഒക്കെ വിവരം നമുക്കിട്ട് തിരിഞ്ഞുട്ടാ. നമ്മൾ കരുതിയിട്ട് എന്നാ വിദ്യാഭ്യാസത്തിലും ഉണ്ട് എന്നാണ്, ഒക്കെ എല്ലാവർക്കും മനസ്സിലായി. അവരിങ്ങനെ ഇടക്കിടക്ക് പറയുന്നുണ്ട് എന്ത് ഈക്വാലിറ്റി, അതാണ് ഞങ്ങൾ നടപ്പിലാക്കേണ്ടത്. ഈ ഈക്വൽ എന്ന് പറഞ്ഞ മീനിങ് പോലും ശരിക്കും അറിയാതെ പറയുന്നത്. ഇവര് മനസ്സിലാക്കി എന്താ വെച്ചാൽ ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഇങ്ങനെ ആക്കിയാലോ, നീളം കൂടിയ കുട്ടിക്കും നീളം കുറഞ്ഞ കുട്ടിക്കും തടിയുള്ള കുട്ടിക്കും തടിയില്ലാത്ത കുട്ടിക്കും ഒക്കെ ഒരേ അളവിൽ ഡ്രസ്സ് അതിനും പറഞ്ഞുകൂടെ ഇങ്ങനെ. ഇതിപ്പോ ആ വസ്ത്രത്തിന്റെ അതേ കളറിൽ തലീക്കൊരു തട്ടം വരുമ്പോ എന്തൊരു കഷ്ടാണ്. കോടതി, അതായത് ഓല ഇത് സ്റ്റേ ചെയ്തൊക്കെയാണ് കോടതി, ഒരു വിധി ഓൽക്ക് അനുകൂലമായിട്ട് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയല്ല, ശരിക്ക് നേരത്തെയും കോടതി ഇടപെട്ടാണ്. അപ്പോൾ നമ്മളൊരു ഉസ്താദിന്റെ ഒരു മോളെ മഫ്ത ധരിച്ചതിന്റെ പേരിൽ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒഴിവാക്കിയൊരു സംഭവം ഉണ്ടായിരുന്നു. ഉസ്താദ് വളരെ ഐഡിയപൂർവ്വം പ്രിൻസിപ്പളോട് പറഞ്ഞാൽ മഫ്ത ധരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നിങ്ങൾ എഴുതി തന്നില്ലാന്ന്. പ്രിൻസിപ്പൾ എഴുതി കൊടുത്തു ചെയ്തു. അയക്ക് റേഞ്ച് പോയതാണ്. ഇത് എവിടുക്കെ പോകേണ്ടത് എനിക്ക് മനസ്സിലായില്ല. ഉസ്താദ് എന്തേതാ വാങ്ങിക്കൊണ്ട് പോന്നു. പക്ഷെ ഇത് അറിഞ്ഞ ഒരു ഹിന്ദുവായ ഒരു സന്നദ്ധ പ്രവർത്തകൻ കോടതി പോയി. ഉസ്താദ് പറഞ്ഞ കോടതി പോകണ്ടാറുണ്ട്, അത് കുട്ടികൾക്കൊക്കെ പ്രയാസമായിക്കാറ്, അല്ല കോടതി പോകണമെന്നാണ്. കോടതി അതിൽ ഇടപെട്ടു. അദ്ദേഹത്തിന്റെ മോളുടെ കുപ്പായത്തിന്റെ കൈയിന്റെ നീളം എത്ര വേണം, തല എത്ര ഭാഗം മറക്കണമെന്ന് തീരുമാനിക്കാൻ അവർക്ക് അവകാശം ഉണ്ടെന്നാണെന്ന് കോടതി പറഞ്ഞു. ഇതെല്ലാവർക്കും അറിയാൻ കഴിയുന്നൊരു കാര്യമാണല്ലോ. പ്രത്യേകിച്ച് നമ്മളിപ്പോ ഒരു സ്ഥാപനത്തിന്റെ റൂൾസുകൾ അതാണെന്ന് പറഞ്ഞാല് നമ്മൾ ഉണ്ടാക്കേണ്ട ഉള്ളത് നിയമങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ വടി പോലെ പിടിക്കണ്ടല്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഞാനും ഒരു സിഖുകാരനും ഒരു മോട്ടോർ സൈക്കിളിൽ പോവാണ്. ഞങ്ങളിപ്പോൾ മലപ്പുറത്ത് നിന്ന് ഇങ്ങനെ വന്നിട്ട് കുറ്റാളൂർക്കിന് എത്തുമ്പോൾ ഞാൻ തലയെക്കെട്ടും കെട്ടിയിട്ടുണ്ട്, സിഖുകാരനും തലയെക്കെട്ടുണ്ട്. പക്ഷേ ക്യാമറക്ക് രണ്ടും സമയക്കാരം, ഹെൽമെറ്റിൽ ഞാൻ നയിക്കാരം മൂപ്പരെ വിധി എഴുതല്. പക്ഷെ കോടതിയിൽ ഞാൻ 500 രൂപ കൊടുക്കും വേണ്ടി വരും, സിഖുകാരൻ കൊടുക്കും വേണ്ട. മനസ്സിലായോ? എന്താ കാരണം? സിഖുകാർക്ക് ഇന്ത്യയിൽ ആ തലയെക്കെട്ട് ഓൽക്ക് സംഭവം ഇപ്പൊ ഹെൽമെറ്റിന് പകരമല്ല, അത് തലയിടിച്ച് വീണാൽ പരിക്കറ്റും, ഹെൽമെറ്റിനെ പോലെ സേഫ്റ്റി ഇല്ല. പക്ഷെ ഓലാ നിയമം സമ്പാദിച്ചു, ഓൽക്ക് തലയെക്കെട്ട് ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ള. അതുകൊണ്ടാണ് പഞ്ചാബിലൊക്കെ പോലീസുകാർക്ക്, പോലീസ് ഓഫീസർമാർക്ക് അതിന് കൊടുക്കേണ്ട സ്റ്റാർ അവിടെ കൊടുക്കും. ഹെൽമെറ്റ് ഓൽക്ക് ഇത് വരൂലല്ലോ, ഫൈന് വരൂല, ഓല് സമ്പാദിച്ചു കഴിഞ്ഞു. ഇതെന്തേ? ഇതിപ്പോ എല്ലാവർക്കും ഉണ്ടാവില്ല എങ്ങനെ നിയമങ്ങളും കാര്യങ്ങളും. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ ഇതൊക്കെ ഒരു ഒലക്ക പോലെ ഇരുമ്പിന്റെ കമ്പി പോലെ അനക്കാതെ വെക്കാനുള്ളതല്ല. ഇതിൽ വലിയ കളികൾ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും ഇവർ ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം സംസാരത്തിലും എഴുത്തിലും ലഘുലേഖയിലും പറച്ചിലൊക്കെ യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞിട്ട് സ്നേഹത്തിന്റെ ഒരു പുഴ ഒഴുക്കുന്നവരിൽ ഒരു ഔൺസ് പോലും സ്നേഹമില്ല എന്ന് മനസ്സിലായി. കാരണം ഒരു കുട്ടിയെ ഇങ്ങനെ തടഞ്ഞു മാനസികമായി വലിയ സംഘർഷം ഉണ്ടാക്കിയാണ്ട് ഈ കോലത്തിലാക്കിയിട്ട് പത്രസമ്മേളനത്തിലൊക്കെ ഒരു വളിച്ച ചെറി ഇങ്ങനെ തീർച്ച്, ഒരു പൊട്ടൻ ചെറി. എവിടുക്കാതൊക്കെ പോകുന്നത്? നമ്മളെ 100 കണക്കിന് സ്ഥാപനങ്ങൾ എങ്ങനെ കുട്ടികൾ വരേണ്ട, മറ്റുള്ള മതസ്ഥരായ കുട്ടികൾ, നമ്മൾ എവിടെയെങ്കിലും ഒരു വിവാദം ഉണ്ടാവും. ഇതൊക്കെ വിവാദം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? വിദ്യാഭ്യാസ മന്ത്രി പോലും പറഞ്ഞു ആ കുട്ടിന്റെ പഠനം നിർത്തരുത്, മഫ്ത ഒഴിവാക്കി വരാൻ ചിലർ കളി കളിച്ചു തീർപ്പാക്കാൻ. വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ നേരെ തിരിച്ചാ, മഫ്ത തന്നെ പോകണമെന്ന് പറഞ്ഞാൽ. ഇവിടെ പിന്നെ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. രാഹുൽ ഗാന്ധി പറഞ്ഞു സ്റ്റുഡൻസിന്റെ കൂട്ടത്തിൽ നിന്ന് പരിഭാഷപ്പെടുത്തവരോട് വരട്ടെ, മഫ്തട്ട് ഒരു പെൺകുട്ടി പോയിട്ടാണ് എന്ത് ചെയ്ത് പരിഭാഷപ്പെടുത്തിയത്. ഒരു പെൺകുട്ടി പോയിട്ട്
പരിഭാഷപ്പെടുത്തി. അതെ, വളരെ ഭംഗിയായിട്ട് പരിഭാഷപ്പെടുത്തി. വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ പരിഭാഷപ്പെടുത്താൻ മൈക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി പിരാന്തായി പോയ സമയത്താണ് ഈ കുട്ടി തടി തട്ടട്ട കുട്ടി സുഖമായിട്ട് ഇതാക്കിയത്. ഇവിടെ തന്നെ നോക്കുങ്ങൾ, ഈ മാതാപിതാക്കളെ വഷളാക്കാൻ ശ്രമിച്ചു. വിദ്യാഭ്യാസത്തിന്റെ കുറവാണ്. എവിടെ ഈ പറയപ്പെട്ട പെൺകുട്ടിന്റെ മേലെ 2 പെൺകുട്ടികൾ, ഒന്ന് ലണ്ടനിൽ പഠിക്കുകയാണ്, ഒന്ന് റഷ്യയിലാണ് പഠിക്കുന്നത്. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഇപ്പം എൻ്റെ മഹലിൽ, ഞാൻ ജോലി ചെയ്യുന്ന മഹലിൽ ഖുർആൻ ക്ലാസ്സിനൊക്കെ എൻ്റെ ഒരു ഫാമിലി ഉണ്ട്. അവിടെ കുട്ടി പിന്നെ ഈ +2 കഴിഞ്ഞതിന് ശേഷം ഒരു കോഴ്സിന് വേണ്ടി അത് ചേരാൻ 2.5 ലക്ഷം റുപ്യാണ്. അത് കിട്ടാൻ വലിയ പണിയാണ്. അതിനൊരു ഇടനിലക്കാരനൊക്കെ ഉണ്ട്. അങ്ങനെ കിട്ടി കോയമ്പത്തൂർ. അങ്ങനെ ഇവർ പോയി, ഒലിനോട് പറയാം, പോയി എല്ലാ കാര്യങ്ങളും പേപ്പറുകളൊക്കെ ശരിയാക്കി, എല്ലാം ശരിയാക്കി പ്രിൻസിപ്പളിൻ്റെ റൂമിൽ വെച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ 2.5 ലക്ഷം കൈമാറിയിട്ടില്ല. ബാക്കി കുറച്ചൊക്കെ കൊടുത്തിക്കണ്. ഔദ്യോഗികമായിട്ട് അത് കൊടുക്കാൻ നിൽക്കണം. അതിൻ്റെ ഇടയിൽ പ്രിൻസിപ്പൾ പറഞ്ഞു, ശിരോവസ്ത്രം പറ്റൂല കേട്ടോ, ഈ തലയിലുള്ളത് ക്യാമ്പസിൽ പറ്റൂല, നിങ്ങൾ ഹോസ്റ്റലിൽ ധരിച്ചുകൊണ്ടിയാണ്, കിടന്നിറങ്ങുമ്പോൾ കുഴപ്പമില്ല എന്നാണ് മൂപ്പര് പറയേണ്ടത്. അങ്ങനെ തന്നെ അങ്ങ് മനസ്സിലാക്കാമല്ലോ, ക്യാമ്പസിൽ പറ്റില്ലായിരുന്നു. അതിലെ ഈ പെൺകുട്ടി ഒരു ഭയങ്കര പൈസക്കാരാണ്. നമുക്കൊരു മാതൃകയാണ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മാരൊക്കെ ഒന്ന് മനസ്സിലാക്കി. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച എൻ്റെ മഹലിൽ ഇത് എടുത്തു പറഞ്ഞു. ആ കുട്ടീൻ്റെ വാപ്പിയും വല്ലിപ്പിയും അവിടെ ഇരിക്കുന്നുണ്ട്. ഒരു 2 ആളും അപ്പം കുട്ടീൻ്റെ ഒപ്പം പോയിട്ടുണ്ട്. ഞാൻ അഭിനന്ദിച്ചു. എൻ്റെ കുട്ടി ആരാന്ന് പറഞ്ഞില്ല കേട്ടോ, ഞാൻ കണ്ണാരട്ടുണ്ടായിരുന്നിട്ട് എന്നറിയില്ലവരെ. ആ വരിയിൽ ഞാൻ എൻ്റെ പഠനം മുടങ്ങണ്ട, അങ്ങനെ ഉണ്ടല്ലോ. അല്ല, അതിനു ഹക്കുന്ന. നമ്മൾ ഈ ചെറിയ കുട്ടികളൊക്കെ നല്ല ഫോട്ടോ എടുത്ത് കണ്ട് ഇങ്ങനെ കുടുംബ ഗ്രൂപ്പൊക്കെ വിടാൻ നിൽക്കണ്ട, പണി കിട്ടും. നല്ല ഡ്രസ്സൊക്കെ ധരിപ്പിച്ച് കണ്ട് ആ കുട്ടിൻ്റെ സ്വർക്കിലേ മാഷാ അല്ലാഹ് പറയില്ല. അപ്പോൾ അത് വേറൊരു പ്രശ്നമാണ്. അപ്പോൾ അതിന് അവസരം ഉണ്ടാക്കണ്ട. പോസിറ്റീവായ കാര്യം നമുക്ക് പറയും ചെയ്യാമല്ലോ, മാഷാ അല്ലാഹ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞെന്താ അറിയോ, അങ്ങനെ ഈ പ്രിൻസിപ്പളെ ഈ കുട്ടി പറഞ്ഞ പോലെ ഇത് മഫ്ത പറ്റൂലെങ്കിൽ ഞാൻ അവിടെ പഠിക്കണില്ല. ഇനി ഇയാളെ ആ പ്രിൻസിപ്പളെ പേന അവിടെ വെച്ചിട്ടേ, എന്താ മോളെ ആലോചിച്ചിട്ടാണോ ഈ പറയുന്നത് ചോദിച്ചോട്ടെ. രക്ഷിതാക്കളോട് പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്, പഠനം നിർത്തരുത്, അത്രയും നിങ്ങൾക്ക് പ്രയാസപ്പെട്ട് കിട്ടിയതല്ലേ. അപ്പോൾ വാപ്പിയും കുട്ടിൻ്റെ വല്ലിപ്പിയും പറഞ്ഞു, ഓളെ തീരുമാനം തന്നെ ഞങ്ങളെ തീരുമാനം. അതിനെ ചേർക്കാതെ പോന്നു. കുറച്ച് പൈസ ഓൾക്ക് നഷ്ടപ്പെട്ടു. ഈ 2.5 ലക്ഷം കൊടുക്കാത്തതുകൊണ്ട് പ്രശ്നമില്ല, വേണ്ട. ഓലെന്നെ അന്തം വിട്ട് നോക്കണം. ആ കുട്ടിക്ക് കാസർഗോഡ് ജില്ലയിൽ അതേ ഇതിൽ കിട്ടി. വേറെ നല്ല റാഹത്താണ് ഇപ്പോൾ. അതാണ് ഈ ഇല്ലത്ത്. നമ്മളിപ്പോൾ രക്ഷിതാക്കൾ പിന്നെ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ചേർത്ത് അവിടുന്ന് ഇവർ പറയാണ്, കൈ എത്രയേ പറ്റുള്ളൂ, പിന്നെ തട്ടം പറ്റില്ലട്ടോ പറഞ്ഞാൽ ആയിക്കോട്ടെ, നിയമം അങ്ങനെ ആയപ്പോൾ എന്താ കാട്ടുകാരി നമ്മളെ താത്താരുള്ള ആ യോഗത്തിന് പോവുക. നമുക്ക് നേരം ഉണ്ടാവില്ലല്ലോ, ഓല് പോരും ചെയ്യും. നമുക്കത് നേരം ആലോചിക്കേണ്ട കാര്യം എന്താ അറിയോ, ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മളെ അടുക്കളയിലുള്ള ഗ്യാസിന്റെ സിലിണ്ടർ 10 മിനിറ്റ് കൊണ്ട് പൊട്ടാൻ പോവുകയാണ്. പെണ്ണുങ്ങളോട് പറയാം, നമ്മൾ ചോറും കൂട്ടാനും വേണ്ടാക്കെ, അതിൻ്റെ അടി പൊട്ടുകയാണ്, ഇച്ചനെ പോകാന്നല്ലേ ഉള്ളൂ എന്ന് പറയോ? ഇല്ലല്ലല്ല, ആ ഭാഗത്തേക്ക് നമ്മൾ പോകില്ലല്ലോ. എന്നാൽ തലമറക്കാത്ത പെണ്ണിനെ പറ്റി അള്ളാന്റെ തിരുദൂതർ പറഞ്ഞെന്താ അറിയോ, ലാ യദ്ഖുൽനൽ ജന്ന, അത്തരത്തിലുള്ള പെണ്ണുങ്ങൾ സ്വർഗത്ത് കിടക്കൂല, വലാ യജിദ്ന റീഹഹ, മണം പോലും കിട്ടൂലാണ്. എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞു, സ്വർഗത്തിന്റെ മണം സ്വർഗത്തിൽ നിന്ന് 500 കൊല്ലത്തെ യാത്രാ ദൂരം അത്ര ദൂരത്തേക്ക് അടിച്ചു വീശും. അതുകൂടി അനുഭവിക്കാൻ ആ പെണ്ണിന് തൗഫീഖ് ഉണ്ടാവില്ല എന്നാണ്. ഇനി നമ്മളെ പെങ്ങളും നമ്മളെ മകളും നമ്മളെ ഭാര്യയും നമ്മളെ അമ്മയും പെണ്ണെന്ന് ആഗ്രഹം നിങ്ങൾ ചിന്തിച്ചോളി. നമ്മൾ നിസ്കാരം ഉണ്ടാവും, നോമ്പുണ്ടാവും, എല്ലാ കാര്യങ്ങളും നമുക്കുണ്ടാവും. പക്ഷെ നമ്മളെ പെരയിൽ തല മറക്കാത്ത കുട്ടികൾ. അതുകൊണ്ട് എൻ്റെ ഉമ്മാരോട് ഞാൻ പറയുന്നു, ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളാണെന്ന് പറയുന്നത് എന്താ അർത്ഥമുള്ള? നേരത്തെ പറഞ്ഞ സാമൂഹ്യ നിരീക്ഷകന്മാർക്ക് നിസ്കാരം പോലെ ഇത് അത്ര ഗൗരവമില്ല എന്ന് ഓൽക്ക് തോന്നാൻ കാരണം എന്താ? ഓലോട് നമുക്ക് പറയാൻ നിസ്കരിക്കാത്തോളം ഞങ്ങളെ കൂട്ടത്തിലുണ്ട്. പക്ഷെ ഇവർക്ക് ഇങ്ങനെയൊക്കെ തോന്നാൻ കാരണം ഇത് അത്ര ഘടകമല്ല എന്ന് ഓൽക്കും തോന്നുകയാണ്. ശരിക്കും ഇത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. ഖുർആൻ നേരിട്ട് പറഞ്ഞാണ്, നിങ്ങൾ ഭാര്യമാരോട് പറഞ്ഞോളൂ, പെൺമക്കളോട് പറഞ്ഞോളൂ, മുഴുവൻ മുസ്ലിം സ്ത്രീകളോടും എന്ന് ഖുർആൻ പറഞ്ഞാൽ പിന്നെ നബിതങ്ങൾ അതിന് കുറേ വ്യാഖ്യാനങ്ങൾ തന്നതാണ്. അപ്പോൾ ആരെന്തൊക്കെ പറഞ്ഞാലും നമ്മളെ കുട്ടികളെ നമ്മൾ മഫ്തടിച്ചിട്ട് നമുക്കതിന് സൗകര്യങ്ങളുണ്ടല്ലോ. അത് ഇവരാരെ തെറ്റൂരുമല്ല, നമ്മൾ ഭരണഘടന അനുവദിക്കേണ്ടതല്ലേ. നമ്മളെ മതം പറഞ്ഞ രൂപത്തിലും നമ്മൾ ആരും ഇതാക്കണില്ല. നമ്മൾ എല്ലാ വേഷത്തെയും അംഗീകരിക്കണം. ഇപ്പം എൻ്റെ നാട്ടിലുണ്ട് ഒരു ഹിന്ദു സഹോദരൻ. ഞാൻ ഒരു കുട്ടിക്ക് ഒരു ചെറിയ എടുക്കാൻ വേണ്ടി ടെക്സ്റ്റൈൽസ് ചെന്നപ്പോൾ എന്നെ കണ്ട് അയാൾ അങ്ങനെ കയറി വന്നു. അപ്പോൾ അവിടെ ഉണ്ട് ഈ മറ്റേ കാഷായ വേഷത്തിൽപ്പെട്ട തുണി കുറേ ഉണ്ട്, പുതിയതിന് ഇറക്കി.
അപ്പോൾ ഇയാൾ എന്നെ കാണാൻ വന്നുകൊണ്ട് കൂശൽ അന്വേഷണങ്ങളൊക്കെ നടത്തിയാണ്ട് അയാൾ ഇറങ്ങിപ്പോകാൻ നിൽക്കുമ്പോൾ ഈ തുണി കണ്ടപ്പോൾ അയാൾ എനിക്കറിൻ്റെ നാട്ടുകാരനാണ്, ആ ഹിന്ദു സഹോദരൻ. പക്ഷേ വളരെ പാവ. നമ്മളുണ്ടല്ലോ ഈ സിയാറത്തിനൊക്കെ ഇങ്ങനെ നടക്കേണ്ട ആൾക്കാരന്മാർക്ക്, ഇയാൾ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഇങ്ങനെ പോകും, അങ്ങനെ ഒരു ഭക്തനാണ്. അപ്പോൾ ഇയാൾ ഈ തുണിക്ക് ഇങ്ങനെ നോക്കണമുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലായൊരു തുണിക്ക് കമ്പുണ്ട്. അപ്പോൾ ഞാൻ മൂപ്പരോട് ചോദിച്ചു, തുണിയാണോ ചോദിച്ചു. എന്ന് പറഞ്ഞു എന്നോട്. അത് മൂപ്പരെ ഇജ്ജത്ത് കാത്താണ്. എന്ന് പറഞ്ഞു. അല്ല, ഒരു തുണി എടുക്കുക, എൻ്റെ വകയായിട്ട് ഒരു തുണി എടുക്കുക. അല്ലേ, അതിപ്പോൾ കുറേ പൈസ ആവുമെന്ന് പറഞ്ഞു എന്നോട്. ഇല്ല, അത്ര പൈസ ഒന്നും ആവില്ല, നിങ്ങളൊന്നും എടുത്തോളി, വേണ്ട എടുത്തോളിയാറ്. എന്നിട്ട് ഞാൻ അപ്പുറത്തേക്ക് പറയുമ്പോൾ ഞാൻ ശരിക്കും ശ്രദ്ധിച്ചു. ഓനോട് ചോദിക്കാം വില ഏതാ കുറവ്. ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് കുറവുള്ള എടുക്കാൻ ഞാൻ ഏറ്റവും ക്വാളിറ്റി ഉള്ള വില കൂടി എടുത്താണ്ട് കൊടുത്തു. എനിക്ക് പേര് കൂലി കിട്ടും. കാരണം മുംതഹന സൂറത്തിൽ അല്ലാഹു തആല നമ്മളോട് ശത്രുത ഇല്ലാത്ത ആൾക്കാർക്ക് നന്മ ചെയ്യാൻ പറയുന്നുണ്ട്. അയാൾക്കൊരു തുണിക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പാണ്. അയാൾക്കതൊരു കവറിലിടുക. അയാളൊരു സന്തോഷം നമ്മളോട് പറയുകയാണെങ്കിൽ ദൂരെ സന്തോഷം തരും. ഞാൻ അയാൾക്ക് കൊടുത്തല്ലേ. നിറച്ചിപ്പോൾ ആ തുണി, അതേ കളർ തുണി ഞാൻ എടുത്ത് കണ്ട ഒരു ദിവസം ക്ലാസ്സിന് വന്ന് എങ്ങനെ ഉണ്ടാവും? നിങ്ങളിപ്പത്തിന് ചെറിയൊരു വിരോധത്തിക്കാണ്ട് എത്തപ്പോൾ കാട്ടുന്ന മനുഷ്യന്റെ കാര്യം അങ്ങനെയാണ്. കഴിഞ്ഞ ആഴ്ച ഒരു കുഴപ്പമില്ലെന്നൊക്കെ പറയും അല്ലേ. അയാൾക്ക് കൊടുത്തല്ലേ. നമ്മൾ മറ്റുള്ളവരെ കൂടി ഉൾക്കൊള്ളണമല്ലോ അല്ലേ. ചിലപ്പോൾ നമ്മളൊക്കെ കുട്ടികൾ ചിലപ്പോൾ സ്ഥാപനത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ അയലോക്കത്ത് ചിലപ്പോൾ അയിന്തവരാണെങ്കിൽ എത്ര വ്യത്യാസം ഉണ്ടാവും ഒരു പോകണ അറിയങ്ങൾ. നമ്മൾ ചിലപ്പോൾ മസ്തൊക്കെ ഇട്ടിട്ട് ഓൽക്കൊരു മുടി മറിച്ചിട്ടുണ്ടാവില്ല, നമ്മളത് കുട്ടികൾ മറിച്ചിട്ടുണ്ടാവും. ഓരെത്ര ഐക്യത്തിന് സ്നേഹത്തിലാണ് പോകേണ്ടത്. ഇവിടെ എവിടെ പ്രശ്നം? എന്നിട്ട് ഈ സിസ്റ്റർ പറയാണ് തട്ടിട്ട് വന്നാൽ പേടിച്ചും. തട്ടിട്ട് കണ്ടാണ് പറയുന്നത്. തട്ടിട്ട് കണ്ടാണ് ഈ പറയുന്നത്. തട്ടിട്ട് വന്നാൽ പേടിക്കുന്നു പറയണമെങ്കിൽ അപ്പൊ ഇവരൊക്കെ ഒരു ഭൗതിക കാഴ്ചപ്പാട് എത്രയാണ്, അല്ലെങ്കിൽ ഇവരുടെ ഉള്ള എത്ര കെടുമ്പാണ്, അത് പറയാക്കാൻ പറ്റില്ലല്ലോ. കാരണം ഇത് ഭിന്നിപ്പുണ്ടാക്കുകയാണ്, കുഴപ്പമുണ്ടാക്കുകയാണ്. നമ്മള് വിഷം വല്ലാതെ പറയുന്ന വേറെ ചില ടീച്ചർമാരൊക്കെ ഉണ്ട്. ഇത് സയാമീസുകളെ പോലെ തോന്നിപ്പോവാണ്. അപ്പൊ ഇതൊന്നും നമുക്ക് അങ്ങനെ പിന്നെ മൗനികളാകാൻ പറ്റില്ല. കാരണം നമ്മൾ എന്ത് ചെയ്യാ, പർദ്ദനൊക്കെ എല്ലാവരും ആക്ഷേപിക്കാണെന്ന് പിന്മാറരുത്. കുറേ ഉണ്ട് ഇതിലിപ്പോൾ. ഞാൻ വളരെ പോസിറ്റീവായി ഞാൻ അവസാനിപ്പിക്കണം. പോസിറ്റീവായിട്ട് കണ്ടൊരു കാര്യം, ഇപ്പൊ ഈ സമയത്ത് വേറെ ഒരു സിസ്റ്ററുടെ ഒരു പ്രസംഗം വല്ലാതെ വൈറലായിട്ടുണ്ട്. അവര് പെൺകുട്ടികളുടെ ഒരു സദസ്സിൽ പ്രസംഗിക്കുകയാണ്. എന്ത് മുസ്ലിം പെൺകുട്ടികളുടെ പോലുള്ള വേഷം, അതാണ് ഏറ്റവും നല്ലത്. കുറെ അസൂയോണ്ടാട്ടോ എതിർക്കേണ്ടത്. കുട്ടികൾ മഫ്തൊക്കെ ഇട്ടാലും മുഞ്ചിൽ കൂടെ ഉള്ളോ അത് കണ്ടിട്ടുണ്ടാവും. മഫ്തൊക്കെ ഇട്ട് എന്തോ ഒരു രസമാണറ്റങ്ങൾ കാണാൻ. അതിൽ അസൂയുള്ള കുറെ ആൾക്കാരുണ്ട്. ഈ പെണ്ണാണാൻ വേണ്ടി പോയാലും ഒപ്പം പോകണ്ടല്ലോ ചിലർ പറയും അതെനിക്ക് ചേരൂല കേട്ടോ. നല്ലോണം ചേരും. പിന്നെ അസൂയാണ്. അത് മറ്റേ പോകത്തിന് മനസ്സിലാവില്ല. ഓ മുടക്കാണ്. അത് എനിക്കൊരു പുറത്തും കിട്ടിയില്ല, എനിക്ക് ചേരൂല എന്നൊക്കെ പറയും. അങ്ങനത്തെവരൊക്കെ കൊണ്ടായ അവന് കെട്ടാൻ കൂടൂല എന്ന് പറഞ്ഞ പോലെ ഇത് കുറെ എതിർക്കാനുള്ള കാരണം അതാണ്. ഇതൊരു കോലം പോലെ ആകണ്ടയിൽ. അപ്പൊ ഈ ടീച്ചർ പറഞ്ഞെന്താ അറിയോ, 10ാം ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ഒരു കുട്ടി മാത്രമാണ് മഫ്തട്ട് വന്നതിൻ്റെ. ഈ സിസ്റ്റർ പറയാണ് അതൊരു ക്രിസ്ത്യാനിയാണ്. ആ സിസ്റ്റർ പറയുന്നത് എന്താ വെച്ചാൽ, അങ്ങനെ ആ കുട്ടിയെല്ലാം പഠിക്കുന്നതുകൊണ്ട് കുട്ടിയുടെ പാരൻസുമായിട്ട് ഈ സ്ത്രീക്ക്, ഈ ടീച്ചർക്ക്, ആ സിസ്റ്റർക്ക് വലിയ ബന്ധമായിരുന്നു അത്രേ. അങ്ങനെ ചോദിച്ചതാണ് ഇതെന്താ ഈ മഫ്തട്ടുണ്ട്. ആ സിസ്റ്റർ പറയുന്നുണ്ട് മഫ്ത ഊരാൻ വേണ്ടിയിട്ടല്ല, അതിൻ്റെ മതവിധി അറിയാൻ ഞാൻ ആ കുട്ടീനോട് ചോദിച്ചതാണ്. ആ കുട്ടിയാണ് എൻ്റെ വാപ്പ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ. അപ്പോൾ വാപ്പാനോട് മറ്റു വിഷയങ്ങൾ സംസാരിക്കേണ്ട കൂട്ടത്തിൽ ചോദിച്ചപ്പോൾ വാപ്പ പറഞ്ഞ പോലെ അത് ഞങ്ങളെ ഖുർആനിലുള്ളതാണ്, ദൈവത്തിൻ്റെ കൽപ്പനയാണ്. എന്നിട്ട് ഈ സിസ്റ്റർ പറയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേഷമാണത്, നിങ്ങളൊക്കെ അങ്ങനത്തെ വേഷം ധരിക്കണം കേട്ടോ, തൻ്റെ മുന്നിലുള്ള കുട്ടികളോട് പറയണം. ഇതൊരു സിസ്റ്റർ തന്നെയാണ്. അതിൻ്റെ അടിയിലാണ് ഇങ്ങനത്തെ ചില വശങ്ങൾ വരുന്നത്. അപ്പം അതുകൊണ്ട് ഒരിക്കലും ഇതൊന്നും സ്വീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലത്ത് നമ്മളെ കുട്ടികളെ നമ്മൾ ചേർത്തിട്ട് പോലെ ഈമാന് നഷ്ടപ്പെടുത്തരുത്. അതാണ് നമ്മൾ അവിടെ ചിന്തിക്കേണ്ടത്. അല്ലാഹു തആല നമുക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇനി നമ്മളെ ആ ആയത്തിൻ്റെ അവസാനം തന്നെ അർത്ഥം വെച്ച് ബാക്കി അടുത്ത ക്ലാസ്സിൽ. വമൻ അഹ്യാഹ, ഇനി ഒരാൾ ജീവൻ നൽകിയാൽ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ, ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും ജീവൻ നൽകുന്നത് പോലെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ മരിപ്പിക്കുന്ന ജീവിപ്പിക്കുന്ന ഒക്കെ അള്ളയാണെങ്കിൽ നമ്മളതിന് കാരണക്കാരാകും. അപ്പൊ എന്നതുപോലെ നമ്മളിപ്പോൾ ഒരാൾ പട്ടിണി കിടന്ന് മരിക്കാൻ പോകുന്ന ഒരാളെ രക്ഷപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ കിണറ്റിൽ വീണിട്ട് മരിക്കാൻ പോകുന്ന ഒരാളെ രക്ഷപ്പെടുത്തുകയാണ്. ഒരാളെ ജീവൻ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്തിയതുപോലെയാണ്. വലഖദ് ജാഅതുഹും റുസുലുനാ ബിൽ ബയ്യിനാത്ത്,
അവർക്ക് നമ്മുടെ ദൂതന്മാര് വ്യക്തമായ രേഖകളുമായി വന്നു. സുമ്മ ഇന്ന കസീറം മിൻഹും ബഅദ ദാലിക ഫിൽ അർളി ലമുസ്രിഫൂൻ. ഇതൊക്കെ വന്നതിന്റെ ശേഷവും അതിൽ സിംഹഭാഗവും ഭൂമിയിൽ അതിരുവിട്ട് പ്രവർത്തിച്ചവരായിരുന്നു. എത്ര രേഖകളും തെളിവുകളും പ്രവാചകന്മാർ കൊണ്ടുകൊടുത്താലും എന്തിനത് പറഞ്ഞാല് ഹാബീലിന്റെ ശേഷം പിന്നെ ഒരുപാട് ദൂതന്മാർ വന്നു. അവരൊക്കെ എവിഡൻസുകളുമായിട്ടാണ് വരുന്നത്, തെളിവുകളുമായിട്ടാണ് വരുന്നത്. പക്ഷെ അത് അംഗീകരിക്കാൻ പലരും തയ്യാറായില്ല, അതിരുവിട്ട് പ്രവർത്തിച്ചവരായിരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫതവഅത് ലഹു നഫ്സുഹു ഖത്ല അഖീഹ്. തന്റെ സഹോദരനെ കൊല്ലാൻ അവന്റെ മനസ്സ് അവന് അനുവാദം നൽകി. ഫഖതലഹു, അങ്ങനെ ഖാബീൽ ഹാബീലിനെ വധിച്ചു. ഫഅസ്ബഹ മിനൽ ഖാസിരീൻ, അവൻ പരാജിതരുടെ കൂട്ടത്തിൽ പെട്ടുപോയി. ഫബഅസല്ലാഹു ഖുറാബൻ, അപ്പോൾ അല്ലാഹു ഒരു കാക്കയെ അയച്ചു. യബ്ഹസു ഫിൽ അർദ്, അത് ഭൂമിയിൽ ഇങ്ങനെ കുടിച്ചു. എന്തിന്? മറവ് ചെയ്യാൻ വേണ്ടി. എന്തിനാണത്? ലിയുരിയഹു കൈഫ യുവാരി സൗഅത അഖീഹ്, തന്റെ സഹോദരന്റെ ആ ജനാസ, ആ ശരീരം എങ്ങനെയാണ് മറവ് ചെയ്യേണ്ടത് എന്ന് കാണിക്കുന്നതിന് വേണ്ടി. ഖാല, അപ്പോൾ ഖാബീൽ പറഞ്ഞു, യാ വൈലതാ, എന്റെ നാശമേ, എത്ര കഷ്ടന്റെ കാര്യം. അഅജസ്തു അൻ അകൂന മിസ്ല ഹാദൽ ഗുറാബ്, ഈ കാക്കയെപ്പോലെ ആകുന്നതിനെ തൊട്ട് ഞാൻ അശക്തനായില്ലേ, ഇതുപോലും എനിക്കറിഞ്ഞില്ല. ഫഉവാരിയ സൗഅത അഖീ, ഇത് നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്റെ സഹോദരനെ മറവ് ചെയ്യാമായിരുന്നു, അതുപോലും അറിഞ്ഞില്ലല്ലോ. ഫഅസ്ബഹ മിനൻ നാദിമീൻ, അദ്ദേഹം ഖേദിക്കുന്നവരുടെ കൂട്ടത്തിൽ പെട്ടുപോയി. മിൻ അജ്ലി ദാലിക, അവിടെ ഓതാൻ സൗകര്യം മിൻ അജ്ലി ദാലിക എന്നാ, അവിടെ സുകൂനാട്ടോ ജീമിന്. മിൻ അജ്ലി ദാലിക, ഇക്കാരണത്താൽ കതബ്നാ അലാ ബനീ ഇസ്രായീൽ, ഇസ്രായേൽ സന്തതികളുടെ മേൽ നാം രേഖപ്പെടുത്തി, കണക്കാക്കി. എന്ത്? അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സ്, അന്യായമായി ഒരാളെ വധിച്ചു കളഞ്ഞാൽ, ഔ ഫസാദിൻ ഫിൽ അർദ്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളെയുമല്ലാതെ, ഒരാൾക്ക് പകരമല്ലാതെയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കൽ തുടങ്ങിയ കാരണങ്ങളല്ലാതെയും അന്യായമായി ഒരാളെ കൊന്നാൽ, ഫകഅന്നമാ ഖതലൻ നാസ ജമീഅ, അവൻ മുഴുവൻ മനുഷ്യരെയും കൊന്നതുപോലെയാണ്. വമൻ അഹ്യാഹാ, ഒരു ശരീരത്തിന് ജീവൻ നൽകിയാൽ, ഫകഅന്നമാ അഹ്യൻ നാസ ജമീഅ, മുഴുവൻ ആളുകൾക്കും ജീവൻ നൽകിയതുപോലെയാണ്. വലഖദ് ജാഅതുഹും റുസുലുനാ ബിൽ ബയ്യിനാത്ത്, പ്രമാണങ്ങളുമായി നമ്മുടെ പ്രവാചകന്മാർ അവർക്ക് വന്നപ്പോൾ, സുമ്മ ഇന്ന കസീറം മിൻഹും ബഅദ ദാലിക ഫിൽ അർളി ലമുസ്രിഫൂൻ, അവരിൽ അധിക പേരും അതൊക്കെ വന്നു കിട്ടിയതിന്റെ ശേഷവും ഭൂമിയിൽ അതിരുവിട്ട് പ്രവർത്തിച്ചവരായിരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫതവഅത് ലഹു നഫ്സുഹു ഖത്ല അഖീഹി ഫഖതലഹു ഫഅസ്ബഹ മിനൽ ഖാസിരീൻ. ഫബഅസ അല്ലാഹു റാബൻ യബ്ഹസു ഫിൽ അർള് ലിയുരിയഹു കൈഫ യുവാരി സൗഅത അഖീഹി. قال يا ويلتى أعجزت أن أكون مثل هذا الغراب فأواري سوءة أخي فأصبح من النادمين. من أجل ذلك كتبنا على بني إسرائيل أنه من قتل نفسا بغير نفس أو فساد في الأرض فكأنما قتل الناس جميعا ومن أحياها فكأنما أحيا الناس جميعا ولقد جاءتهم رسلنا بالبينات
بالبينات ثم إن كثيرا منهم بعد ذلك في الأرض لمسرفون. صدق الله العلي العظيم.